നെഞ്ചുപൊള്ളി നിൽക്കുകയാണ് കേരളം. കൊല്ലം തേവലക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി മിഥുൻ സ്കൂൾ വളപ്പിൽ ഷോക്കേറ്റ് പിടഞ്ഞു മരിച്ച രംഗം അത്രമേൽ ഉള്ളുലയ്ക്കുന്നുണ്ട്. കൂലിപ്പണിക്കാരനായ മനുവിനും കുടുംബം പോറ്റാൻ 3 മാസം മുൻപ് വിദേശത്തേക്ക് പോയ സുജയ്ക്കും ജീവിതത്തിലുള്ള ഏക പ്രതീക്ഷയായിരുന്നു മിടുമിടുക്കനായ മിഥുൻ. വീണുപോയ ചെരുപ്പെടുക്കാൻ സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മുകളിൽ കയറിയതാണ്. സ്കൂളും KSEBയും പഞ്ചായത്തും ഒരുപോലെ കുറ്റക്കാരാണിവിടെ. വൈദ്യുതി കമ്പികളും വയറുകളും സുരക്ഷിതമാക്കണം എന്നത് സ്കൂൾ സുരക്ഷാ മാർഗനിർദ്ദേശം വ്യവസ്ഥ ചെയ്യുന്നതാണ്. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, നിയമം ലംഘിച്ച് വൈദ്യുതി ലൈനിന് താഴെ ഇരുമ്പ് ഷീറ്റിട്ട സൈക്കിൾ ഷെഡ് പണിയുകയും ചെയ്തു സ്കൂൾ. ഭൂമിയിൽ നിന്നും കെട്ടിടത്തിൽ നിന്നും വൈദ്യുത ലൈനിലേക്കുള്ള സുരക്ഷിത ദൂരം ഉറപ്പാക്കിയിട്ടില്ല എന്നിപ്പോൾ KSEB സമ്മതിക്കുന്നുണ്ട്. ഇത്രകാലം അപകടം ക്ഷണിച്ചു വരുത്തുന്ന നിലയിൽ ലൈനിന് താഴെ ഈ സൈക്കിൾ ഷെഡ് തുടർന്നത് KSEBയുടെ കൂടെ വീഴ്ചയാണ്. ഈ നിയമലംഘനം കാണാതെ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത തദ്ദേശ വകുപ്പ് കൂടിയായപ്പോൾ സിസ്റ്റത്തിന്റെ പരാജയം പൂർണ്ണമായി. മിഥുനെ കൊലയ്ക്ക് കൊടുത്തതാണോ എന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ ഉല്ലാസ് കോവൂർ RSP നേതാവ്, ശ്രീ ജോസ് ആന്റണി PTA പ്രസിഡന്റ്, ശ്രീ സുരേഷ് നാടോടി മിഥുന്റെ അച്ഛൻ മനുവിന്റെ സുഹൃത്താണ്. അപ്പം ശ്രീ ഷാജർ ഖാൻ, ശ്രീ P പ്രേമചന്ദ്രൻ, രണ്ടുപേരും പൊതുവിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ പ്രവർത്തകർ, ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. ആദ്യം ശ്രീ ജോസ് ആന്റണി, ഇതുപോലെ ദാരുണമായ ഒരു അപകടം ഒരുപക്ഷെ കേരളം കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ നെഞ്ചുലയ്ക്കുന്നതാണ്. ഇത്രയും അപകടകരമായ നിലയിൽ സ്കൂൾ വളപ്പിലൂടെ, സ്കൂളിൻ്റെ സൈക്കിൾ ഷെഡിന് തൊട്ടു മുകളിലൂടെ ഒരു വൈദ്യുതി ലൈൻ കടന്നു പോയിട്ട് എന്താണ് ആരും ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാവുന്നത് വരെ അനങ്ങാതിരുന്നത്? അതെ, ഇത് ഒരു ദാരുണമായ അന്ത്യം തന്നെയാണ്. കഴിഞ്ഞൊരു 40 വർഷക്കാലം മുമ്പാണ് ഈ വൈദ്യുതി ലൈൻ സമീപത്തെ വീടുകളിലേക്കും തൊട്ടടുത്ത സ്കൂളിലേക്കുമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് നൽകിയിട്ടുള്ളത്. സ്കൂളിൻ്റെ അനുമതിയോടുകൂടി തന്നെയാണ് നൽകിയിട്ടുള്ളത്. ആ 40 വർഷങ്ങളായിട്ട് ഇതുമായി ബന്ധപ്പെട്ട്, ഈ ലൈൻ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ സ്കൂളിൻ്റെ അധികാരികളുടെ ശ്രദ്ധയിൽ പെടാത്തതല്ലായിരിക്കാം. സാങ്കേതികമായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവരത് ചെയ്തിട്ടില്ല. അപ്പോൾ ആ തരത്തിൽ അത് ചെയ്യാൻ കഴിയാതെ പോയി. അതൊരു വലിയ വീഴ്ചയായി കാണുന്നു. പക്ഷേ അത് മാത്രമല്ല, ജോസ് ആന്റണി, ഒരു വൈദ്യുതി ലൈൻ സ്കൂളിന്റെ വളപ്പിലൂടെ കടന്നുപോയി എന്നുള്ളത് മാത്രമല്ല, നിയമമനുസരിച്ച് ഒരു വൈദ്യുതി ലൈനിന് നേരെ താഴെ ഒരു ബിൽഡിംഗ് പാടില്ലാത്തതാണ്. KSEB അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പറയുന്നുണ്ട്. വൈദ്യുതി സുരക്ഷാ റെഗുലേഷൻ 62(1) അനുസരിച്ച് ലൈനിന് നേരെ താഴെ ഒരു നിർമ്മാണ പ്രവർത്തനം പാടില്ല എന്നിരിക്കെയാണ് ഒരു സൈക്കിൾ ഷെഡ് ഈ സ്കൂൾ ഈ ലൈനിന് താഴെ പണിതത്. ഒന്നാമത്തെ പ്രശ്നം. 2, ആ സൈക്കിൾ ഷെഡ് പണിതിരിക്കുന്നത് ഇരുമ്പ് ഷീറ്റുകൾ ഉപയോഗിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഇത്ര അപകടമേ നടന്നുള്ളോ എന്ന് ആളുകൾക്ക് തോന്നിപ്പോകുന്ന വിധത്തിൽ അത്രയും വലിയ കൃത്യവിലോപമാണ് അവിടെ കാണുന്നത്. അതെ, അത് ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപായിട്ടാണ് ഒരു സൈക്കിൾ ഷെഡ് അവിടെ നിർമ്മിച്ചത്. ആ സൈക്കിൾ ഷെഡ് നിർമ്മിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിലെ പ്രതിനിധി ഉൾപ്പെടെ വന്നിട്ട് സ്കൂള് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കമ്മിറ്റികളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്കൂളിൽ നിന്ന് പറ്റിയിട്ടുള്ള സാങ്കേതികമായ സ്കൂളിൽ നിന്ന് പറ്റിയിട്ടുള്ള പിഴവുകളും ഒപ്പം ഇലക്ട്രിസിറ്റി ബോർഡ് അത്തരത്തിൽ ഒരു ഷെഡ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കൃത്യമായി അത് പൊളിച്ചു മാറ്റണം എന്നൊരു നിർദ്ദേശമെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഒഴിവാകുമായിരുന്നു. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഗ്രൗണ്ടിനോട് ചേർന്ന് ഉള്ള ഇത്തരത്തിലുള്ള ഒരു ഷെഡ് അത് ഒരു ലൈൻ കമ്പിക്ക് താഴെയായിട്ട് പോകുന്നതിൽ നിന്ന് ഒരപകടം ഉണ്ടാകും എന്ന ദീർഘവീക്ഷണം ഇല്ലാതെ പോയത് കൊണ്ടായിരിക്കാം അത്തരത്തിലൊരു ദുരന്തം സംഭവിച്ചത്. ഈ കാര്യത്തിലുള്ള ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ KSEBയുടെ ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യം മനസ്സിലായിരുന്നു. എന്തൊരു കഷ്ടമാണെന്ന് നോക്കുക. 2 ദിവസം മുൻപാണ് KSEBയുടെ സെക്ഷൻ ഓഫീസിൽ ഒരു മീറ്റിംഗ് ചേർന്ന് തേവലക്കര സ്കൂളിന്റെ വളപ്പിൽ കൂടി പോകുന്ന ഈ ലൈൻ അപകടം ഉണ്ടാക്കുന്നതാണ് എന്ന് അവിടെ അവരുടെ ഉദ്യോഗസ്ഥർ ആ മീറ്റിംഗിൽ റിപ്പോർട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഈ ലൈൻ കവചിതമാക്കണം,
അപകടം ഒഴിവാക്കണം എന്ന് അവർ തീരുമാനിക്കുകയും സ്കൂളിന്റെ മാനേജറെ അപ്പോൾ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫോണിൽ വിളിച്ച് ഈ കാര്യം പറയുകയും ചെയ്തതാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് KSEB ജീവനക്കാർക്ക് തന്നെ തോന്നി ഇവിടെ ഒരു വലിയ അപകടം നടക്കാനിരിക്കുകയാണ് എന്ന്. അടുത്ത മീറ്റിംഗിൽ നമുക്ക് ആലോചിക്കാം എന്ന് സ്കൂളിന്റെ മാനേജ്മെന്റ് മറുപടിയും കൊടുത്തു. ഈ അനാസ്ഥയുടെ ഇര എന്നൊക്കെ നമ്മളിങ്ങനെ ഈ ക്ലീഷയായിട്ട് പറയുന്നതല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു പാവം കുടുംബത്തിലെ അത്താണിയായിരുന്ന ഒരു ചെറിയ കുഞ്ഞാണ് ഇതിന് കീഴടങ്ങിയിരിക്കുന്നത്, ഇതിന് ഇരയായിരിക്കുന്നത്. അതെ, അതിൽ ഏറ്റവും അധികം ദുഃഖമുള്ള ഒരാളാണ് ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിന് സമീപത്തായിട്ട് ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം കഴിഞ്ഞ 30 വർഷക്കാലമായിട്ട് നടത്തുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഏറ്റവും അധികം കുഞ്ഞുങ്ങളുമായിട്ട് സ്കൂളിലെ വിദ്യാർത്ഥികളുമായിട്ട് ഏറെ ആഭിമുഖ്യമുള്ള ഒരാളാണ്. ഈ സംഭവം നടക്കുമ്പോഴും സംഭവം നടന്നു എന്ന് പറഞ്ഞ് ഓടി ഞാൻ എത്തുകയായിരുന്നു സ്കൂളിലേക്ക്. അപ്പോൾ കുഞ്ഞിനെ വാഹനത്തിലേക്ക് എടുത്ത് കയറ്റുന്നു. ആ രംഗം ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. സംഭവിച്ച ദുരന്തത്തിൻ്റെ ന്യായീകരണമായിട്ടുള്ള വാക്കുകളല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ PTA പ്രസിഡൻ്റായിട്ട് 1 വർഷക്കാലമായി. അപ്പോൾ കൃത്യമായിട്ട് ഒരു കമ്മിറ്റി കൂടിയ സമയത്ത് ഇലക്ട്രിസിറ്റിയുടെ പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നു. ആ പ്രതിനിധി സുരക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറെക്കുറെ കൂടുതലായി ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ലൈൻ കമ്പിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലുതായിട്ട് അവിടെ ഉരുത്തിരിഞ്ഞില്ല യഥാർത്ഥത്തിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും സുരക്ഷയെക്കുറിച്ച് ഈ വന്ന ഉദ്യോഗസ്ഥനും സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്തു. വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. കാരണം മഴ സമയമൊക്കെയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സൊക്കെ ആവശ്യമാണ് എന്നുള്ള തരത്തിലുള്ള സംഭാഷണങ്ങളായിരുന്നു ആ സമിതിയിൽ നടന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് ആർക്കും കൈകഴുകി പോകാൻ കഴിയില്ല. ഇവിടെ സ്കൂളിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, പഞ്ചായത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്, KSEBക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചകൾ ഓരോന്നായി എണ്ണി പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇതൊരു അപകടം ഉണ്ടായപ്പോൾ വീഴ്ചകളുടെ എണ്ണം നിരത്തുന്നതല്ല, ഇതുപോലെയുള്ള ഗുരുതരമായ വീഴ്ചകളാണ് ഒരു കുഞ്ഞു മകന്റെ ജീവൻ എടുത്തത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. സ്കൂളിലേക്ക് പോയ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് മൃതശരീരമായി വെള്ള പുതച്ച് വീട്ടിലേക്ക് മടങ്ങി വരിക എന്ന് പറയുന്നതിനേക്കാൾ വലിയ ആഘാതം ഒരു മനുഷ്യന് എങ്ങനെയാണ് ഉണ്ടാവുക? അതിനേക്കാൾ വലിയൊരു ദുഃഖമുണ്ടോ ഈ ഭൂമിയിൽ? ശ്രീ മധു, അദ്ദേഹം ബന്ധുവാണ്, ഈ മരിച്ച കുഞ്ഞിന്റെ ബന്ധുവാണ് ശ്രീ മധു. സുജ കുവൈറ്റിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ജോലി ചെയ്യുകയായിരുന്നു. അവര് ആ ജോലി ചെയ്യുന്ന കുടുംബത്തോടൊപ്പം തുർക്കിയിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കിയത്. അല്പസമയം മുമ്പ് സുജയോട് ഈ കാര്യം പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ വീട്ടിലുള്ള അവസ്ഥ? സുജയടുത്ത് കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. എൻ്റെ ഞങ്ങൾ അടുത്തുമാണ്, ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന ഒരു കുടുംബമാണ് ഈ കുട്ടി എന്ന് പറയാൻ. എൻ്റെ വീട്ടിൽ സ്ഥിരം വരികയും എൻ്റെ കുട്ടിയായിട്ടൊക്കെ എപ്പോഴും ഒരേ രീതിയിൽ എന്ന് വെച്ചാൽ എപ്പം സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ കുട്ടി അതേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വേറെ സ്കൂളാണെങ്കിലും തൊട്ടടുത്താണ്. അതുകൊണ്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു കുടുംബം കുട്ടിയുമാണത്. മറ്റ് ദുസ്വഭാവങ്ങളൊന്നും അധികം ഇല്ല, ഒന്നുമില്ല. സാധാരണ കുട്ടികൾക്കുള്ള കുസൃതികൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇത് എന്താ പറയുക, ഭയങ്കര വിഷമസ്ഥിതിയിലാണ്. പിന്നെ ആ കുട്ടിയുടെ അമ്മയെ ഞങ്ങൾ അറിയിപ്പിച്ചിട്ടുണ്ട്. അന്നേരം എൻ്റെ വൈഫ് കുവൈറ്റിലായിരുന്നു. ഇവർ രണ്ടുപേരും തൊട്ടടുത്തടുത്ത ദിവസം ഒരു ഏജൻസി വഴിയൊക്കെയാണ് പോയത്. അപ്പോൾ അവർ സാധാരണ ഒരു കുടുംബമായിരുന്നു, ഭയങ്കര വിഷമത്തിൽ കഴിയുന്നൊരു കുടുംബമായിരുന്നു. അത് കാരണമാണല്ലോ നമ്മൾ ഈ സാധാരണ ജോലിക്കൊക്കെ പോകുന്നത്. സാധാരണ ജോലിക്കൊക്കെ സ്ത്രീകൾ നമ്മൾ വീട്ടുകളിൽ നിന്ന് പോകുന്ന അവർ കുടുംബത്തിലെ വിഷമങ്ങൾ കാരണം അങ്ങനെ പോയി ഇപ്പോൾ 6 മാസത്തോളം ആകുന്നു. ഇപ്പോൾ ഈ 2 മാസം മുമ്പ് ഈ പോയ കുടുംബത്തിൽ നിന്ന് അവർ തുർക്കിക്ക് പോകേണ്ടി വന്നു. അന്നേരം ആ കുട്ടി ഉൾപ്പെടെയാണ് പോയത്. എല്ലാവരും കുടുംബസമേതം പോയി. അപ്പോൾ അത് കഴിഞ്ഞൊന്ന് ഒരു ഇച്ചിരി കടങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ വരുന്ന ഒരു സാഹചര്യത്തിലാണ്. അവരുടെ അപ്പനായിരുന്നു ഈ കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കിയ പണിയില്ലാത്ത മേശിരി പണിക്കാരനാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പണിക്കൊക്കെ പോയി വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഭയങ്കര വിഷമസ്ഥിതി നടക്കുന്ന ഒരു സമയത്താണ് കുട്ടിക്ക് ഈ ഒരു ആകസ്മികമായ മരണം. ഏത് കാരണം കൊണ്ടോ, ആരുടെ കുറ്റം കൊണ്ടാണോ ആരുടെ വീഴ്ച കൊണ്ടാണോ സംഭവിച്ചത്, ഒരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത ഞങ്ങളുടെ നാടിനെ ഒരു തീരാ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഈ ഒരു സംഭവം. തീർച്ചയായിട്ടും താങ്കളോട് എന്താണ് ചോദിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അത്ര വലിയ ഷോക്കാണ്. ഒരു തവണ പോലും മിഥുനെ കണ്ടിട്ടില്ലാത്ത
എനിക്കോ ഇത് കേൾക്കുന്നവർക്കോ ഒക്കെ ഉണ്ടാവുന്ന വിഷമം ഇത്രയാണ് എങ്കിൽ താങ്കൾക്ക് എത്രമാത്രം വലിയ വിഷമമാകും അത് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ആ വീട്ടിൽ ഈ കുഞ്ഞിൻ്റെ മുത്തശ്ശിയും അച്ഛൻ മനുവും പിന്നെ ഒരു ഇളയ കുഞ്ഞുമാണ് ഉള്ളത് എന്ന് തോന്നുന്നു അല്ലേ? കുടുംബ സാഹചര്യം താങ്കൾ നേരത്തെ വിശദീകരിച്ചു. അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളിലും കണ്ടു, വളരെ പാവപ്പെട്ട കുടുംബമാണ്, സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. എന്ന് മാത്രമല്ല ഈ കുഞ്ഞ് നന്നായിട്ട് പഠിക്കുന്ന മിടുക്കനായ കുട്ടിയായിരുന്നു. ഈ കുട്ടി ആ കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷ എന്നൊക്കെ പറയാമല്ലോ. അതെ 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 എല്ലാ പ്രതീക്ഷയായിരുന്നു. അപ്പൻ ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. രാപകലും ഞങ്ങൾ ഒരുമിച്ചുണ്ട് അത് ആ കുട്ടിയുടെ അപ്പനുമായിട്ട്. അപ്പം ഞങ്ങൾ ആ പ്രതീക്ഷ മുഴുവനായി ആ കുട്ടിയിലായിരുന്നു. പക്വതയായിട്ട് ഇങ്ങോട്ട് വന്ന ഒരു സമയമാണ്. ഒരു കുട്ടിയുടെ പിന്നെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റങ്ങൾ വരുന്ന ഒരു സമയമുണ്ടല്ലോ. ആ ഒരു സമയത്തിലേക്ക് വന്ന സമയം എന്ന് വെച്ചാൽ ഇപ്പോൾ ഹൈസ്കൂളിലോട്ട് ചെന്ന് 8ാം ക്ലാസ് മുതൽ വേറൊരു സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി. അപ്പം കൂടെ കൊണ്ടാക്കുകയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പിന്നെ കൊണ്ടുപോവുകയും കുട്ടികളോട് പറഞ്ഞ് മറ്റു ദുശീലങ്ങളൊന്നും പെടാതെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിൻ്റെ രീതിയിലേക്ക് ആ കുട്ടി വന്ന് ആ ഒരു സാഹചര്യത്തിൽ അവരുടെ വീട്ടിലെ സാഹചര്യവും ഒന്ന് മാറി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. അതിൽ ഞങ്ങൾക്കെന്ന് വെച്ചാൽ പ്രദേശവാസികൾ മുഴുവൻ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ തീരെ സഹിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും എൻ്റെ കുട്ടിയുടെ അടുത്ത് എന്ന് ആശ്വസിപ്പിച്ചിട്ടാണ് വരുന്നത്. കാര്യം ഒരുമിച്ച് കളിച്ച് വളർന്ന ആ ഒരു വിഷമം എൻ്റെ കുട്ടി സ്കൂളിൽ നിന്ന് ഞാൻ ഉച്ചയ്ക്ക് പോയി ഉച്ചവരെ അറിയിച്ചില്ല. ഉച്ചയ്ക്ക് ഞാൻ ചെന്ന് എടുത്തുകൊണ്ട് വന്ന ആ ഒരു കിടപ്പ എൻ്റെ കുട്ടി അവിടെ കിടന്നതായിരുന്നു. ഒരു എന്ന് വെച്ചാൽ അത്രയ്ക്കാണ് ഞങ്ങൾ. ഒരു ഓണം വന്നാലും അല്ലെങ്കിൽ വാവ് വന്നാലും വിശേഷങ്ങൾ വന്നാലും ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് കഴിയുന്നത്. അത്രയും ഒരു വിഷമമുണ്ട്. അത് എന്ത് കാരണം കൊണ്ടായാലും ഇനിയൊരു കുട്ടിക്കും അങ്ങനെ ഒരു ഇതുണ്ടാവരുത്, അങ്ങനെ ഒരു ആപത്തുണ്ടാവരുത്. അതിൻ്റെ ആരായാലും അതിൻ്റെ മാനേജ്മെൻ്റ് ആയാലും സർക്കാരായാലും മറ്റ് PTA കമ്മിറ്റികളായാലും ആരായാലും ഏത് വിദ്യാഭ്യാസ വകുപ്പായാലും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇനി അങ്ങനെ ഒരു ആവർത്തി ഒരു സ്കൂളിൽ ഒരു കുട്ടികൾക്ക് സംഭവിക്കും, ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു ആവർത്തി. ഇപ്പം തന്നെ ആ ഒരു കുട്ടിയുടെ അമ്മയുടെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാനത് നേരിട്ട് കേട്ടതാണ് ഇപ്പോൾ ഫോണിൽ കൂടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ വൈഫ് മുഖേനെ വിളിച്ചത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കഴിയാവും കൂടെ. അതിന് എന്തോ പറയേണ്ടതെന്ന് പോലും അതിനറിയാൻ വയ്യ. അവരത് ആ കുട്ടി വരുമ്പോൾ ഒരു അച്ഛനെ ഏൽപ്പിച്ചിട്ട് ആ കുട്ടിയെ ഇത്രയ്ക്ക് അവസ്ഥയുണ്ടായിരിക്കുമല്ലോ പോയത്. ആ അച്ഛനിനി ആ കുട്ടി ആ അമ്മ വരുമ്പോൾ എന്ത് മറുപടി പറയും? അത് ഓർത്ത് അവൻ വിഷമിക്കുന്ന വിഷമം ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നതുകൊണ്ടായി പറയുന്നത്. ഒരു കാരണവശാലും ഇത് ഇനി ഒരിടത്തും കേരളത്തിൽ എന്നാൽ ഇന്ത്യയിൽ ലോകത്തൊരിടത്തും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ ഉണ്ടാകരുത്. അതിനു വേണ്ടുന്ന നടപടികൾ അധികാരികൾ ചെയ്യണം. ആഗ്രഹിക്കാനേ കഴിയൂ ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന്. എപ്പോഴാണ് അമ്മ നാട്ടിലെത്തുക? അത് തീരുമാനമായോ? അറിയിച്ചു എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. ഈ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തേണ്ടതുണ്ട്. അതേക്കുറിച്ചൊക്കെ തീരുമാനിക്കാൻ കഴിയുന്ന സാഹചര്യമായോ? അതിനുള്ള സാഹചര്യം ഇതുവരെ ആയിട്ടില്ല. അതിന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അത് അവരിങ്ങോട്ട് സമയം പോലെ ഇപ്പം ഇന്നലെ എത്രയും പെട്ടെന്ന് അറിയിക്കും. എന്തായാലും സങ്കടകരമായ കാര്യമാണ്. ഈ സങ്കടകരമായ കാര്യം നടക്കുന്നതിനിടയ്ക്കുണ്ടായ അതിനേക്കാൾ സങ്കടകരമായ അല്ലെങ്കിൽ പ്രതിഷേധാർഹമായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ റോം കത്തി എറിഞ്ഞപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇത്രയും വലിയ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോൾ കൊല്ലത്തെ പ്രതിനിധീകരിക്കുന്ന കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രി ജെ ചിഞ്ചുറാണി സൂംബ ഡാൻസ് കളിച്ചു എന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും വരുന്നുണ്ട്. അന്ന് റോം കത്തി എറിഞ്ഞപ്പോൾ നീറോ വീണ വായിച്ചെങ്കിൽ ഇവിടെ സൂംബ ഡാൻസ് കളിക്കാൻ കുറച്ചുകൂടി പുരോഗതിയുണ്ട്. സൂംബ ഡാൻസ് കളിക്കാൻ ചിഞ്ചുറാണിക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് ഇന്ന് എറണാകുളത്ത് വെച്ചിട്ടാണ് തൃപ്പൂണിത്തുറയിലെ CPIയുടെ വനിതാ സമ്മേളനത്തിൽ ഈ സംഭവമൊക്കെ പരാമർശിച്ച് പ്രസംഗമൊക്കെ നടത്തിയതിന് ശേഷമായിരുന്നു ഈ ഡാൻസ് എന്നാണ് പറയുന്നത്. അതൊന്ന് കാണാമോ? അപ്പൊ അത് ആരെങ്കിലും അധ്യാപകരുടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപൽക്കരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയുമോ? നമ്മളൊക്കെ അന്തിച്ചു പോകും. ഒരു കുഞ്ഞ് രാവിലെ സ്കൂളിൽ ഒരുങ്ങിപ്പോയ കുഞ്ഞാണ്. ആ കുഞ്ഞ് മരിച്ച് തിരിച്ചു വരുന്നൊരവസ്ഥ. ഒരുപക്ഷെ നമുക്ക് അധ്യാപകരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ കയറരുതെന്ന് സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അതിനകത്ത് വലിച്ചു കയറി എന്നുള്ളതാണ് നമുക്കറിയുവാൻ. അങ്ങനെയുള്ള നിരന്തരം സംഭവങ്ങളാണ്. വെള്ളം എവിടെ കണ്ടാലും ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം കൂട്ടായി ചേർന്ന് വെള്ളത്തിൽ പോവുകയാണ്.
മന്ത്രി ആ അപകടത്തെക്കുറിച്ച് പ്രസംഗവും നടത്തിയതിന് ശേഷമാണ് എറണാകുളത്ത് പാർട്ടിയുടെ വനിതാ സംഗമ വേദിയിൽ വക്കായ്ക്ക് ചുവട് വെക്കുന്നത്. മന്ത്രി ജെ ചിഞ്ചുറാണി CPIയിലെ വനിതാ നേതാക്കൾക്കൊപ്പം ആ വേദിയിൽ സൂംബ ഡാൻസിന് ചുവടുകൾ വെച്ചത്. കുറച്ചധികം സമയം ആ പാട്ട് തീരുന്നത് വരെ ആ നൃത്തത്തിന് മന്ത്രിയും വനിതാ പ്രവർത്തകരും ചുവടുകൾ വെച്ചു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷമാണ് അതേ വേദിയിൽ സംസാരിച്ചപ്പോഴാണ് രാഷ്ട്രീയ പ്രസംഗമൊക്കെ നടത്തി. അതിന്റെ ഏറ്റവും ഒടുവിലായാണ് മന്ത്രി ഈ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് വെറുമൊരു കളിയല്ല, അത് പന്ത് കളിയല്ല, അത് ചെരുപ്പ് കൊണ്ടുള്ള കളിയായിരുന്നു. അതിനിടയിൽ കളിച്ച് ചെരുപ്പ് ഷെഡിന്റെ മുകളിൽ ചെന്നു വീണു. ചെരുപ്പെടുക്കാൻ പോയപ്പോൾ കാല് തന്നെ കയറി പിടിച്ചത് ഈ ഇലക്ട്രിക് കമ്പിയിലായിരുന്നു. കുട്ടി മരിച്ചുപോയി. അത് അധ്യാപകരുടെ കുറ്റമൊന്നും അല്ലല്ലോ. ഇത്തരം സ്ഥലങ്ങളിൽ കുട്ടികൾ പോകുമ്പോൾ ആപൽക്കരമായ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ലല്ലോ. സഹപാഠികൾ കയറരുതെന്ന് പറഞ്ഞിട്ടും കുട്ടി അവിടെ വലിച്ചു കയറി. അത് അധ്യാപകരുടെ കുഴപ്പമല്ലല്ലോ എന്ന വിചിത്രമായ ന്യായം അവിടെ മന്ത്രി നടത്തുന്നുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം ആ സംഭവ സ്ഥലത്തെത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ തയ്യാറായപ്പോൾ വീഴ്ചയുണ്ട് എന്ന് പ്രാഥമിക കണ്ടെത്തൽ നടത്തിയപ്പോഴാണ് കൊല്ലം ജില്ലയിൽ നിന്നുള്ള അതേ മന്ത്രി ഇവിടെ തൃപ്പൂണിത്തുറയിൽ CPIയുടെ ഒരു വാചകത്തിൽ എന്ത് പറയാൻ കഴിയും? അതിനെ ഇത്രയും ഇൻസെൻസിറ്റീവ് ആവണമോ നമ്മുടെ മന്ത്രിമാർ? ഇതുപോലൊരു സംഭവം, നാടിനെ നടുക്കിയ ഒരു സംഭവം കേരളം മുഴുവൻ ഇന്ന് ഉച്ച മുതൽ അല്ലെങ്കിൽ ഇന്ന് 12 മണി മുതൽ കേരളം മുഴുവൻ ഈ വാർത്തയുടെ നെഞ്ചുരുക്കത്തിലാണ്. അക്ഷരാർത്ഥത്തിൽ മനുഷ്യർ മരിച്ച ആ കുഞ്ഞിനു വേണ്ടി കരയുമ്പോൾ പാർട്ടി സമ്മേളന വേദിയിൽ മന്ത്രി ഇതുപോലെ നൃത്തമാടി ഉല്ലസിക്കണമായിരുന്നോ എന്നുള്ളത് മന്ത്രി സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ അപകടം അറിയാതെയല്ല, ഈ അപകടത്തെ നിസ്സാരവൽക്കരിച്ച് പ്രസംഗിച്ചതിന് ശേഷമാണ് മന്ത്രിയുടെ സൂംബ നൃത്തം എന്നുള്ളത്. എത്ര കഷ്ടമാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളതിൻ്റെ കൂടി സൂചനയാണ്. ശ്രീ മധു തുടരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് സമയം ഇരിക്കാൻ കഴിയില്ല ഈ വേളയിൽ, എനിക്കറിയാം. ശ്രീ മധു, ഇപ്പോൾ നിശ്ചയമായും ഉണ്ടായിട്ടുള്ള വലിയ അപകടം അതാരും മനഃപൂർവ്വം വരുത്തി വെച്ചതല്ല എങ്കിൽ പോലും നമ്മുടെ സിസ്റ്റം ഫെയിൽ ആയതിൻ്റെ പ്രശ്നം അതിനകത്തുണ്ട്. ഇപ്പോൾ KSEB അവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നു. സ്കൂൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഷെഡ് അവിടെ കെട്ടില്ലായിരുന്നു. അവർ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വേളയിൽ ഇക്കാര്യം അന്വേഷിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ LSGD ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയർമാർ അത് ശ്രദ്ധിച്ച് ഇത് മാറ്റണം എന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ സ്വാഭാവികമായ വീട്ടിലേക്ക് പിന്തുണയുമായി ഒരുപാട് പേർ എത്തുന്നുണ്ടാവുമല്ലോ. മന്ത്രിമാരും നേതാക്കളും ഒക്കെ എത്തിയോ? ഇപ്പോൾ ആരൊക്കെ ഉണ്ട് വീട്ടിൽ? മിക്കവാറും ജനപ്രതിനിധികളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മന്ത്രിമാരൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നായിരുന്നു. പിന്നെ ഇവിടെ കൊടുക്കുന്നിൽ സുരേഷ് എത്തിയിട്ടുണ്ടായിരുന്നു. കോവൂർ കുഞ്ഞുമൻ MLA എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മിക്കവാറും പ്രാദേശികമായിട്ടുള്ള ബ്ലോക്കിലെ പിന്നെ ജില്ലയിലെ നേതാക്കന്മാരെല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ. കാര്യം അത്രയ്ക്ക് പ്രിയങ്കരനായ ഒരു കൂട്ടിയായിരുന്നു. ഇതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഒരു കൊച്ചുകുട്ടിയാണ് മരിച്ചത്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, ഇവിടെ ഇപ്പം രാഷ്ട്രീയം പറയേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ സിസ്റ്റത്തിൻ്റെ കംപ്ലൈൻ്റാണിത്. അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുടെ പിഴവ് കൊണ്ടാണ് അത് സംഭവിച്ചത്. ഇനി അത് ആവർത്തിക്കാതിരിക്കണം എന്നുള്ള ഒരു അപേക്ഷ മാത്രമാണ് എനിക്കുള്ളത്. ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട കുട്ടി ഞങ്ങൾക്ക് താങ്ങും തണലുമായി വരേണ്ട. നാളെ ഒരു സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ എന്ന് വെച്ചാൽ എൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ വീടുകളും, ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള വീടുകളിൽ മൊത്തം ഞങ്ങൾക്ക് താങ്ങും തണലുമായി മാറേണ്ട ഒരു കുട്ടിയാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു വിഷമത്തിൽ നിന്ന് ഞങ്ങൾക്കിനി കരകയറാൻ പറ്റുമെന്നും ഒരിക്കലും വിചാരിക്കുന്നില്ല. പിന്നെ ആ കുട്ടിയുടെ അമ്മ വരുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞതിനെ ആശ്വസിപ്പിക്കും? ഒന്ന് കാണാതെ പോലെ സംസാരിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ഒരവസ്ഥ ഇനി ഒരു കുട്ടി പിന്നെ അതുകൊണ്ട് ഇനി അങ്ങനെ ഒരവസ്ഥ ഒരു കുട്ടിക്കും ഉണ്ടാവരുത്. അല്ലാതെ നമ്മൾ എന്താണ് ഇപ്പോൾ പറയുക? സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റുമോ അധികാരികൾക്ക് ആർക്കായാലും? അതല്ല, നമ്മുടെയും വീഴ്ചയുണ്ടെങ്കിൽ അതും പരിഹരിച്ച് ഇനി ഒരു സ്കൂളിലും ഒരു കുട്ടിക്ക് ഇങ്ങനെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ നമ്മൾ രാവിലെ അവരുടെ അച്ഛൻ എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ രാവിലെ എണീറ്റ് ആ കുട്ടിയെ വെളുപ്പിനെ കൊണ്ടുവന്നാക്കിയിട്ടാണ് ട്യൂട്ടോറിയൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് ഞങ്ങൾ ജോലിക്ക് പോകുന്നത്. ഞാൻ പോകുന്ന പോലെ തന്നെ, ഞാൻ എൻ്റെ കുട്ടിയെ കൊണ്ടാക്കുന്ന പോലെ തന്നെ അവരും കുട്ടികളെ കൊണ്ടുവന്നാക്കിയിട്ട് രാവിലെ വന്നിട്ട് പിന്നെ രാത്രി ജോലിയും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ തിരിച്ച് ആ ട്യൂട്ടോറിയിൽ നിന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ആക്കുന്ന ഒരു കുട്ടി രാവിലെ കൊണ്ടാക്കിയിട്ട് ഉച്ചയാകുമ്പോൾ നമ്മൾ ഈ ഒരു 10 മണിയാകുമ്പോൾ ഈ ഒരു വാർത്ത അറിയുന്നത് നമ്മുടെ അവസ്ഥയാണ്. നമുക്ക് ഇത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനും അപ്പുറമാണെന്നല്ല ആ പിതാവിൻ്റെ ഒരവസ്ഥ. അതിനി ഒരാൾക്കും ഉണ്ടാകാനുള്ള ഗതി. ഇനി ഏത് സിസ്റ്റത്തിൻ്റെ തകരാലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകണം. അത് പരിഹരിച്ചു പോകണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ശ്രീ P. പ്രേമചന്ദ്രൻ, ഇതൊരു എയ്ഡഡ് സ്കൂളാണ്, മാനേജ്മെൻറ്റ് സ്കൂളാണ്. ആ സ്കൂള് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവില്ലായിരുന്നു എന്ന് തീർത്ത് പറയാൻ പറ്റും. കാരണം ഈ വൈദ്യുത സുരക്ഷാ റെഗുലേഷൻ അനുസരിച്ച്
ഇങ്ങനെ ഒരു കെട്ടിട നിർമ്മാണം വൈദ്യുതി ലൈനിന്റെ അടിയിൽ പാടില്ലാത്തതാണ്. അവിടെ ആ കെട്ടിട നിർമ്മാണം നടന്നു എന്ന് മാത്രമല്ല, ഇരുമ്പ് ഷീറ്റ് ഇട്ട കെട്ടിടമാണ്. ഇതിനേക്കാൾ വലിയ അപകടമുണ്ടായേനെ. വളരെ കൃത്യമായി സ്കൂൾ സുരക്ഷാ നയമുണ്ട്. കേരള സർക്കാരിന്റെ സ്കൂൾ സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങളിലെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് അപകടകരമായി നിലകൊള്ളുന്ന വൈദ്യുതി കമ്പികളും വയറുകളും മറ്റും സുരക്ഷിതമാക്കണം എന്ന് രേഖാമൂലം നിർദ്ദേശമുള്ളതാണ് സ്കൂളുകൾക്ക്. ഒന്നും പാലിച്ചില്ല എന്നുള്ള ഒരു നടുക്കുന്ന അതിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നഷ്ടം ആ കുടുംബത്തിനാണ്. മിടുക്കനായ ഒരു കുഞ്ഞ് ഇന്ന് ഈ ഭൂമിയിലില്ല എന്ന ആ സത്യത്തെ നമ്മൾ അംഗീകരിക്കുകയാണ്. ആവർത്തിച്ച് ഇനി ഇത് ഉണ്ടാവാതിരിക്കാൻ എന്ത് എന്ന ചോദ്യത്തിനപ്പുറത്ത്, അതിന് അടുത്ത അപകടം വരുമ്പോൾ അപ്പോഴും ചോദിക്കും, അതിനപ്പുറത്ത് എന്ത് ഈ അപകടം ഉണ്ടാക്കുന്നു എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? വലിയ പ്രയാസത്തിലാണ് പൊതുവിദ്യാഭ്യാസ പ്രവർത്തകരെല്ലാം തന്നെ, അല്ലെങ്കിൽ കേരളത്തിൽ ഈ വാർത്ത അറിയുന്ന മുഴുവൻ രക്ഷിതാക്കളും കുഞ്ഞുങ്ങളും തന്നെ വലിയ പ്രയാസത്തിലായിട്ടുള്ള ഒരു സന്ദർഭമാണിത്. ഇതില് തീർച്ചയായിട്ടും മന്ത്രി 100 നിർദ്ദേശങ്ങൾ കൊടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഇത്. അത് പാലിക്കേണ്ടത് അതത് സ്കൂളുകളാണ് എന്നെല്ലാം അങ്ങനെ കേവലമായിട്ട് പറയുന്നതിനപ്പുറത്തേക്ക് ഈ സ്കൂൾ സുരക്ഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്കൂളിന്റെ, അത് മന്ത്രി പറയേണ്ടുന്ന കാര്യമില്ല. അത് സാധാരണ നിലയിൽ ചട്ടങ്ങളിൽ ഉള്ളത് തന്നെ ആയിരിക്കാം ചിലപ്പോൾ എടുത്തു പറഞ്ഞിട്ടുണ്ടാവുക. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എങ്ങനെയാണ് നമ്മുടെ സ്കൂള് എന്ന് പറയുന്നത് ആ സ്കൂളിലെ അധ്യാപകരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറും, സ്വന്തം വീടിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് മാറുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അങ്ങനെ മാറിയാൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ അവിടത്തേക്ക് പറഞ്ഞയക്കാൻ പറ്റൂ. ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഒരു കമ്പി ഇങ്ങനെ സ്കൂളിൽ തൊട്ടില്ല എന്ന നിലയിൽ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള കാര്യമാണ്. 10-40 വർഷമായിട്ട് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല, കെട്ടിടം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ആ കെട്ടിടം ഒരു ടൈൽഡ് ബ്ലോക്കാണ്. ഒരു പഴയ കെട്ടിടത്തിന്റെ എല്ലാ സ്വഭാവവും ഉള്ളതാണ്. എന്നാൽ ആ സ്കൂളിന്റെ ഗേറ്റ് നമ്മൾ കണ്ടാൽ അത് ഭയങ്കര മതിലൊക്കെയുള്ള, ഭയങ്കര കമ്പിയിൽ ആക്കി വാർത്തിട്ടുള്ള ഭയങ്കര ഡെക്കറേറ്റീവ് ആണ്. ഇത് നമ്മുടെ സ്കൂളിനെ സംബന്ധിക്കുന്ന നമ്മുടെ മുൻകരുതൽ എന്താണ്, നമ്മുടെ മുൻഗണന എന്താണ് എന്നുള്ളതിനെ സംബന്ധിക്കുന്ന പ്രാഥമികമായിട്ട് ഒരു ആലോചനയാണ് നൽകുന്നത്. കുട്ടികളുടെ സുരക്ഷ എന്ന് പറയുന്ന ഏതൊരു ഭാഗത്തും, ഒരു സ്കൂളിന്റെ ഏത് ഭാഗത്തായാലും ഒരു കുഞ്ഞിനെ അങ്ങേയറ്റ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് ഓടാനും കളിക്കാനും പെരുമാറാനും ഒക്കെ കഴിയുന്ന ഒരു സ്ഥലമായിട്ടിരിക്കണം. ഇത് യഥാർത്ഥത്തിൽ വലിയ പാഠമാകേണ്ടതുണ്ട്. കാരണം സ്കൂൾ മതിലുകൾ, പലപ്പോഴും പഴയ കെട്ടിടങ്ങൾ, ഈ സ്കൂളിന് അകത്തുകൂടെ പോകുന്ന ഡ്രെയിനേജുകൾ, ഇതെല്ലാം വളരെ വളരെ അശ്രദ്ധമായിട്ട് ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ കാണാം. ഇതൊന്നും മോണിറ്റർ ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ പോലും യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. മന്ത്രി പറഞ്ഞിട്ടുണ്ടാവാം, തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായിട്ട് ഇടപെടണം. പക്ഷെ നമ്മുടെ എയ്ഡഡ് സ്കൂളുകളിൽ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഇടപെടാൻ കഴിയുന്നില്ല. അത് മറ്റൊരു വിഷയമാണ്. ഇതിപ്പോ ഒരു സർക്കാർ സ്കൂളിലാണെങ്കിൽ എത്ര നേരത്തെ തന്നെ ആ ഉദ്യോഗസ്ഥർക്ക്, അവിടുത്തെ HM-നായാലും പ്രിൻസിപ്പലിനായാലും ഒക്കെ സസ്പെൻഷൻ വന്നിട്ടുണ്ടാവും നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ പല സ്കൂളുകളിലും, എയ്ഡഡ് സ്കൂളുകളിൽ നമുക്ക് ഈ അധ്യാപകർക്കെതിരെ, ഈ ഉത്തരവാദിത്ത രാഹിത്യം കാണിച്ച ആളുകൾക്കെതിരെ ഒരു നടപടിയെടുക്കാൻ പോലും സർക്കാരിന് കഴിയില്ല. അവിടെ മാനേജ്മെന്റോട് ശുപാർശ ചെയ്യാൻ വേണ്ടി മാത്രമേ കഴിയൂ. യഥാർത്ഥത്തിൽ നമ്മുടെ എയ്ഡഡ് സ്കൂളുകൾ വലിയ തരത്തിൽ സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. അവിടെ നിരന്തരമായ ആളുകൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു HM-ഉം പ്രിൻസിപ്പാളും ഒക്കെ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു ചോദിച്ചു. അങ്ങനെ ചോദിക്കാനുള്ള അധികാരമേ വിദ്യാഭ്യാസ മന്ത്രിക്കുള്ളോ? അങ്ങനെ ഉള്ളൂ എങ്കിൽ അതും സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ശ്രീ ഷാജർ ഖാൻ, ഇവിടെ ഇപ്പോൾ നമ്മൾ സ്കൂളിന്റെ വീഴ്ച പറഞ്ഞു, KSEB-യുടെ കാര്യം കൂടി നോക്കണം. ഇന്നിപ്പോൾ KSEB-യുടെ തന്നെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സാധാരണ നിലയിൽ തറനിരപ്പിൽ നിന്ന് 4.6 മീറ്റർ ഉയരം വേണം വൈദ്യുതി കമ്പിക്ക്, നിലത്ത് നിന്ന് 4.6 മീറ്റർ ഉയരം വേണം കമ്പിക്ക്. പക്ഷെ ഇവിടെ സ്കൂളിന്റെ കോമ്പൗണ്ടിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ആ കമ്പിക്ക് തറനിരപ്പിൽ നിന്നുള്ള അകലം ഇല്ല, അത്ര അകലം ഇല്ല, 4.2 മീറ്ററേ ഉള്ളൂ. എന്ന് മാത്രമല്ല, ഈ ഇരുമ്പ് ഷീറ്റ് ഇട്ട ഈ സൈക്കിൾ ഷെഡ് ഉണ്ടല്ലോ, അത് അനധികൃതമായി പണിതതാണ്, അനുമതിയില്ലാതെ പണിതതാണ് എന്ന് വൈദ്യുത ബോർഡ് പറയുമ്പോഴും അപ്പോൾ വൈദ്യുത ബോർഡ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇരുമ്പ് ഷീറ്റും ലൈനും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 1 മീറ്ററിൽ താഴെയാണ്. കൃത്യമായി പറഞ്ഞാൽ 0.88 മീറ്റർ ആണ് ലൈൻ കമ്പിയും ഈ റൂഫും തമ്മിലുള്ള വ്യത്യാസം, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അപകടമുണ്ടാക്കുന്ന വൈദ്യുതി പ്രസരിക്കുന്ന ഒരു വൈദ്യുതി കമ്പി, ഇരുമ്പ് ഘടിപ്പിച്ച ഇരുമ്പിന്റെ മേൽക്കൂരയുള്ള ഒരു റൂഫിന് തൊട്ട് താഴെ കൂടി കടന്നു പോയായിരുന്നു. ആ കെട്ടിടം എന്ന് പറയുന്നത് ഒരു സ്കൂളിന്റെ സൈക്കിൾ ഷെഡായിരുന്നു. ഇത് ഇത്രയും വലിയ അനാസ്ഥയൊക്കെ ഇത്രയും കാലം ലോകത്തെവിടെയെങ്കിലും നടക്കുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ മരണത്തിന് ആരെ കുറ്റം പറയണം? പക്ഷേ ഇപ്പൊ ഈ മിഥുന്റെ അകാല മരണത്തിൽ പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ്. ഇത് വളരെ സങ്കടകരമായ ഒരു കാര്യം, സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം സംഭവിച്ചു. അപ്പൊ ഈ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ അഭിലാഷ്
വാസ്തവത്തിൽ ആ വികാരം വളരെ നന്നായി പ്രതിഫലിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത ഭാഷകളിൽ അത് പറയുകയുണ്ടായി. അതിൽ കൂടുതലൊന്നും യഥാർത്ഥത്തിൽ പറയാനില്ല. അതിന്റെ എല്ലാ വശങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ കാരണക്കാരാരാണ്, അതിന്റെ ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത്, അതിൽ നമ്മുടെ മന്ത്രിമാരുടെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള പെരുമാറ്റം, അതെല്ലാം നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. ആ കുഞ്ഞിന്റെ മരണം പോലെ തന്നെ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട് ഭരിക്കുന്ന ആളുകൾ അക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടുന്ന ഒരു സമീപനമാണോ എന്നൊക്കെ ഉള്ളത് അവര് പരിശോധിക്കേണ്ട ധാർമ്മികമായ കാര്യങ്ങളാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം, നമ്മളിപ്പോ ഈ ദുരന്തത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ ഇപ്പൊ നമ്മള് നേരത്തെ സുൽത്താൻ ബത്തേരിയിലെ ഷഹല എന്ന പെൺകുട്ടി സ്കൂളിനകത്ത് ക്ലാസ് റൂം മുറിക്കകത്ത് പാമ്പ് കടിയേറ്റ് മരിച്ച ആ ദുഃഖസ്മരണ ഇപ്പോഴും നമ്മുടെ മനസ്സുകളിലുണ്ട്. ഇപ്പൊ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. അത് വ്യത്യസ്തമായ മറ്റൊരു രൂപത്തിലാണെന്ന് മാത്രം. അപ്പൊ അവിടെ അനാസ്ഥ ഏത് ഭാഷയിലാണ് പറയേണ്ടത്? അനാസ്ഥ, ഉത്തരവാദിത്തരാഹിത്യം, ഇൻസെൻസിറ്റീവ്, അങ്ങനെ പല ഭാഷകളും നമുക്ക് അതിനെ അപലപിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അപലപിക്കേണ്ടതുണ്ട്. കാരണം ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടന്നു. പൊതുവിദ്യാഭ്യാസത്തിന്റെ സംരക്ഷകരാണ് ഈ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും എന്നവര് എപ്പോഴും പേർത്തും അവകാശപ്പെടുന്നു. നമ്മളെ അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഓരോ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഈ പറയുന്ന സർക്കുലറുകൾ സ്കൂളുകൾക്ക് നൽകാറുണ്ട്. പൊതുവിൽ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് അപ്പൊ അവരുടെ യാത്രാ സംബന്ധമായ കാര്യങ്ങളിൽ എടുക്കേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ പലതരം കാര്യങ്ങൾ ഇറക്കാറുണ്ട്. പക്ഷെ അതൊക്കെ കടലാസിൽ മാത്രമാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ അതിലൊരു മോണിറ്ററിംഗ് നടക്കുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ, രമേന്ദ്ര സാർ പറഞ്ഞതുപോലെ, ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അധ്യാപകരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം അത് അധ്യാപകർക്ക് ഉത്തരവാദിത്വം മാത്രമല്ല. നേരത്തെ അഭിലാഷ് പറഞ്ഞതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കുട്ടി സിസ്റ്റം ഫെയിൽ ചെയ്തിരിക്കുന്നു. സിസ്റ്റമാണ് ഇതിന്റെ ഈ കൊലപാതകത്തിന്റെ അല്ലെങ്കിൽ ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ സംവിധാനം, ഇതിന്റെ ഭൗതിക സാഹചര്യങ്ങൾ നോക്കാൻ ഉത്തരവാദപ്പെട്ടവർ, ഇതിന്റെ ബിൽഡിംഗ് കെട്ടിയവർ, ഇലക്ട്രിസിറ്റി ബോർഡ്, അത് മോണിറ്റർ ചെയ്യേണ്ടുന്നവർ, സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ്, ഇതെല്ലാം കൂടി ചേരും. അപ്പൊ ഇവരെല്ലാവരും പ്രതികളാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ഈ പറയുന്നവരാരും അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമായിരുന്നു. നമ്മൾ ഓരോ തവണയും ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നെങ്കിൽ ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാവില്ലായിരുന്നു. ഇതുപോലെ ഒരു കുടുംബത്തിന് കണ്ണീര് കുടിക്കേണ്ടി വരില്ലായിരുന്നു. ചർച്ചയിലേക്ക് ഉല്ലാസ് കോവൂർ, ഇതാരുടെ വീഴ്ചയാണ്? KSEB സമ്മതിക്കുന്നുണ്ട് ആ ലൈനിന് തറയിൽ നിന്നും കെട്ടിടത്തിൽ നിന്നും നിഷ്കർഷിക്കുന്ന ഉയരമുണ്ടായിരുന്നില്ല എന്ന്. സ്കൂള് അനുമതി ഇല്ലാതെയാണ് ആ കെട്ടിടം പണിതിട്ടുള്ളത്. ലൈൻ കമ്പിയുടെ താഴെ കെട്ടിടം പണിയാൻ പാടില്ലാത്തതാണ്. അതും ഇരുമ്പ് ഷീറ്റ് ഉള്ള ഒരു ഷെഡ് അവർ അനുമതിയില്ലാതെ പണിതു. അതിന് ഫിറ്റ്നസ് കൊടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വീഴ്ചയുമാണ്. അങ്ങനെ വീഴ്ചകളുടെ ഒരു പരമ്പര സംഭവിച്ചപ്പോഴാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായത്. ആരെ കുറ്റം പറയണം? ശ്രീ അഭിലാഷ്, ഇത് പരസ്പരം പഴിചാരുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതിനും അപ്പുറത്തേക്ക് ഇത് ഒരു മനുഷ്യത്വപരമായ ഒരു ഇടപെടൽ ഇവിടെ നിഷേധിക്കപ്പെട്ടു, ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്തകൾ, ശ്രീമതി ചിഞ്ചു റാണിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് സത്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ചിഞ്ചു റാണി സൂമ്പാ റാണിയായി ഒരു ദുരന്തമുഖത്തേക്ക് വന്ന് ഈ കുഞ്ഞിൻ്റെ വീടിനെ അപഹസിക്കരുത്, ഒരു മരണം വിറങ്ങലിച്ച് നിൽക്കുന്ന കുടുംബത്തെ അപഹസിക്കരുത് എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഇന്ന് രാവിലെ സത്യത്തിൽ മഴക്കാലമായിരുന്നു. എനിക്ക് വളരെ നേരിട്ടറിയാവുന്ന ഒരു പാവപ്പെട്ട സാധാരണ ദുർബല വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു കുഞ്ഞാണ് മിഥുൻ. അവൻ്റെ അച്ഛൻ കൽപ്പണിക്കാരനായ മനു നാട്ടിൽ ഒരു പണിയും ഇല്ലാത്തതിനാൽ ഇവിടുന്ന് ഒരു താൽക്കാലിക വിസ കിട്ടി കുവൈറ്റിലേക്ക് പോയതാണ്. അവിടെയും ഒരു രക്ഷയില്ല. തൻ്റെ 2 കുഞ്ഞുങ്ങളെയും വളർത്താൻ, തൻ്റെ കുടുംബത്തിലെ പ്രായമായവർക്ക് മരുന്ന് വാങ്ങാൻ, അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ചെലവ് നോക്കാൻ ഒരു നിവൃത്തിയുമില്ല എന്നുള്ളത് കൊണ്ട് കുവൈറ്റിൽ നിന്നും അവർ പലായനം ചെയ്യപ്പെട്ട് 15 ദിവസത്തേക്ക് തുർക്കിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം ഒരു നിവൃത്തിയുമില്ലാത്ത ഒരു നിരാശ്രയരായ ഒരു കുടുംബമാണ്. ആ സുജ എന്ന് പറയുന്ന സഹോദരി തന്നെ വളർത്താനാണ് പ്രവാസിയായത്. ആ മനു ഇന്ന് രാവിലെ മഴയായതിനാൽ കൽപ്പണിക്ക് പോകാൻ കഴിയാതെ വന്നപ്പോൾ മകനെ ആദിക്കാട് മുക്ക് എന്ന് പറയുന്ന ഈ സമീപ പ്രദേശത്ത് കൊണ്ടുവന്ന് ട്യൂഷൻ സെൻറ്ററിൽ ബൈക്കിലാക്കിയിട്ടാണ് തിരിച്ചു മടങ്ങി വീട്ടിലേക്ക് പോകുന്നത്. ഈ കുഞ്ഞുമകൻ ട്യൂഷനും കഴിഞ്ഞാണ് ഈ സ്കൂളിലേക്ക് വരുന്നത്. അവിടെ അതിദാരുണമായ, സത്യത്തിൽ ഞങ്ങളൊക്കെ പഠിച്ച ഒരു സ്കൂളാണ്, ഞങ്ങൾക്ക് അതിയായ ദൃശ്യമുണ്ട്. ഈ ഒരു ദുരന്തമുഖത്ത് വന്ന് അതിനെ കേവലം സങ്കുചിതമായ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല. എങ്കിലും യാഥാർത്ഥ്യം ചിലതുണ്ട്. ഇത്
ഈ ഒരു ഫിറ്റ്നസ് എന്ന അല്ലെങ്കിൽ ഭൗതിക സാഹചര്യം എന്ന ഒരു സാങ്കേതികതയിലേക്ക് പോകുന്നതിനുമപ്പുറം ഇതൊക്കെ ഇവിടെ നടന്നാലും ഞങ്ങളെ ആരും ചോദ്യം ചെയ്യപ്പെടാനില്ല എന്ന മാനേജ്മെൻറ്റിൻ്റെ ശ്രീ അഭിലാഷ് ചോദിച്ച ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയുന്നു. ഇവിടുത്തെ മാനേജ്മെൻറ്റാണ് ഇതിൻ്റെ ഒന്നാം പ്രതി. കാരണം ഇത് നമ്മുടെ ഈ ദൃശ്യങ്ങളിലുണ്ട്, ഈ നാട് മുഴുവൻ കണ്ടതാണ്. അത്രയേറെ താഴെ ഒരു 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 ആശ, നമ്മുടെ തുണിയൊക്കെ അലക്കാൻ കെട്ടിയിരിക്കുന്ന ആശ പോലെ വളഞ്ഞു വന്ന്, സാങ്കേതികമായി പറഞ്ഞാൽ 4.6 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇത് ഈ പറയുന്ന അനധികൃതമായി കെട്ടിയിട്ടുള്ള കെട്ടിടത്തിൻ്റെ തൊട്ടുമുകളിൽ ടിൻഷീറ്റും സ്ക്വയർ ഫീറ്റും ഒക്കെ ഇട്ട് അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന, വളരെ വിദൂരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സൈക്കിൾ ഷെഡിൻ്റെ മുകളിലാണ് ഇത്രയും താഴെയിലേക്ക് ഇത് വന്നത്. ഇവിടെ ആദ്യം ഞങ്ങൾ ഈ ദുരന്തമുഖത്തേക്ക് ഓടിയെടുക്കുമ്പോൾ ഈ മാനേജ്മെൻറ്റിൻ്റെയും സ്കൂൾ അധികാരികളുടെയും നിലപാട് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രിൻസിപ്പളിൻ്റെ കാലത്ത് ഞങ്ങൾ വാക്കാൽ KCB റിക്വസ്റ്റ് കൊടുത്തിരുന്നു എന്നാണ്. ഒരു കുഞ്ഞ് പിടഞ്ഞ് മരിച്ച് അത് മാത്രമല്ല ശ്രീ ഉല്ലാസ് കോവൂർ 2 ദിവസം മുമ്പ് KSEBയുടെ സെക്ഷൻ ഓഫീസിൽ അവരുടെ മീറ്റിംഗ് നടന്നപ്പോ ജീവനക്കാർ റിപ്പോർട്ട് ചെയ്തു ഈ സ്കൂളിന്റെ അടുത്തുള്ള ലൈൻ അങ്ങേയറ്റം അപകടകരമാണ്, അതിനെ വയർ ചെയ്യണം, അതിന് കവചിതമാക്കണം എന്ന് പറഞ്ഞു. ഉടനെ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാളിനെ ഈ സ്കൂളിന്റെ മാനേജറെ വിളിച്ചു. ഫോൺ റെക്കോർഡുണ്ട് KSEBയുടെ കയ്യിൽ. അത് അടുത്ത മാനേജ്മെന്റ് മീറ്റിംഗിൽ നോക്കാം, ആലോചിക്കാം എന്നായിരുന്നു അപ്പുറത്ത് കൊടുത്ത മറുപടി. ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചതാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥർ അത് ചൂണ്ടിക്കാണിച്ചതാണ്. ഈ പറഞ്ഞല്ലോ, ഇവിടെ സാങ്കേതിക പറഞ്ഞല്ലോ, ഫിറ്റ്നസിൻ്റെയും അല്ലെങ്കിൽ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിയില്ലെങ്കിലും ഈ പാവപ്പെട്ട കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പഠിച്ചോളും എന്നുള്ള ഒരു അഴകുടമ്പൻ അല്ലെങ്കിൽ നിരുത്തരവാദപരമായ ഒരു നിലപാടിൻ്റെ രക്തസാക്ഷിയായി മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ട 13-കാരനായ മിഥുൻ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. മനുഷ്യത്വപരമായി നമുക്ക് ഈ വിഷയത്തെ സമീപിക്കണ്ടേ? സാങ്കേതികത പോട്ടെ, എന്നിട്ടും മന്ത്രിമാർ വന്ന് ഇതിനെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്. ഒരു ഭരണകക്ഷിയുടെ പരമോന്നത സംസ്ഥാന സെക്രട്ടറി വന്ന് പറയുകയാണ് ഇത് CPM മാനേജ്മെൻ്റ് അല്ല. പക്ഷേ ഈ പറ്റിയ അപകടത്തെ ലഘൂകരിക്കാനും വെള്ളപൂശാനുമാണ് ഇവിടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുകയല്ല, മറിച്ച് ഈ ഒരു നിരാലംബരായ കുടുംബത്തിൻ്റെ ഭാവിയിൽ അത്താണിയാകേണ്ടിയിരുന്ന ഒരു കുരുന്നിൻ്റെ ജീവൻ വെച്ചിട്ട് ഇങ്ങനെ വന്ന് വെള്ളപൂശുന്നത് ശരിയല്ല. സിസ്റ്റത്തിൻ്റെ ഫെയില്യൂറാണെന്ന് പറയുന്നു. ഏത് സിസ്റ്റമാണ് വിജയകരമായി ഇവിടെ ഉള്ളത്? ആരോഗ്യ മേഖല ഫെയില്യൂറാണ്, സിസ്റ്റം ഫെയില്യൂറാണെന്ന് പറയുന്നു. വിദ്യാഭ്യാസ മേഖല സിസ്റ്റം ഫെയില്യൂറാണെന്ന് പറയുന്നു. സിസ്റ്റത്തിൻ്റെ ടോപ്പാരാ? മന്ത്രിയല്ലേ? മന്ത്രിക്ക് എന്താ പണി? ഇത് ചോദിക്കേണ്ടത് ഈ സ്കൂളിൻ്റെ, ഈ തേവലക്കര ബോയ്സ് സ്കൂളിൻ്റെ HM-ന് എന്താ പണിയെന്നാണ് മന്ത്രി ചോദിച്ചത്. 14,000 സ്കൂളുകളിൽ നേരിട്ടെത്തി വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് ഇതിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അനാലിസിസ് ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ച് ബോധേടാകാതിരിക്കുകയും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഇവിടെ സഹലയുടെ മരണത്തിൽ അല്ലെങ്കിൽ കോട്ടയത്തെ വിഷയത്തിൽ, ഇപ്പോൾ ഏറ്റവും അവസാനം തേവലക്കരയിൽ ഒക്കെ ഇതിനെ ലഘൂകരിക്കാനും ഈ വിഷയങ്ങളെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനും ഒക്കെയുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടക്കുന്നത്. സത്യത്തിൻ്റെ യാത്ര ഇപ്പോൾ ഇവിടെ ഞാൻ പറയാം, ഇവിടുത്തെ MLA ശ്രീ കോവൂർ കുഞ്ഞുമോൻ, അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ നിന്നും ഏകദേശം 200 മീറ്റർ പോലും ഈ ദുരന്ത സ്ഥലത്ത് ദൂരമില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇന്ന് നാട്ടിലില്ലായിരുന്നു എന്ന് പറയുന്നു, ശരിയാണ്. പക്ഷേ അദ്ദേഹം 6:40 ഈ സ്കൂളിൽ വന്ന് വിറങ്ങലിച്ച് നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി പറയുകയാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തൊരു വിഷയവുമില്ല, KSEBയുടെ ഒരു ഭാഗത്തൊരു വിഷയമില്ല, ഈ കുട്ടിയുടെ ഭാഗത്താണ് വിഷയമെന്ന്. എന്താണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? ഇത് സത്യത്തിൽ ഇതിനെ ഒരു മനുഷ്യത്വപരമായി കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ നിരവധി വിഷയങ്ങൾ പറഞ്ഞു. ഇവിടെ ഒരു മന്ത്രി തന്നെ ഇന്ന് വൈകുന്നേരം സൂംബ ഡാൻസ് കളിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് ഈ കുട്ടിയുടെ കുഴപ്പമാണെന്ന്. സത്യത്തിൽ ഇത് ആരുടെ കുഴപ്പമാണ് എന്ന അഭിലാഷിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ ഈ പ്രദേശവാസി എന്നുള്ള നിലയിൽ, ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, ഇത് KSEBയുടെ അനാസ്ഥയാണ്, ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ അനാസ്ഥയാണ്. തീർച്ചയായിട്ടും ഇൻസെൻസിറ്റീവാണ്, ഇൻഹ്യൂമനാണ് മന്ത്രിമാരും ഉത്തരവാദപ്പെട്ട ആളുകളും ഒക്കെ നടത്തുന്ന പ്രതികരണം എന്ന് പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇത് കേരളം കാണുന്നുണ്ട്. അതിന് വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്. അതെ, അപകടത്തെ തങ്ങളുടെ കുറ്റമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ശരി, ശ്രീ ജോസ് ആന്റണി, നാളെ ഒരു കുട്ടിക്ക് ഇതുപോലെ ഉണ്ടാവരുത് ഈ അവസ്ഥ. യെസ്, അത് ശരിയാണ്. ശ്രീ ജോസ് ആന്റണി, ഇപ്പോ മന്ത്രിമാര് പോലും, മന്ത്രി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ പറ്റും കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്നുള്ളതാണ്. കുട്ടി ഇതിന്റെ ഷെഡിന് മുകളിൽ കയറിയതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്ന്
എന്നായിരിക്കും വരുത്തി തീർക്കാൻ നോക്കുന്നത്. ശരിയാണ്, കുട്ടി കയറി എന്നുള്ളത് സത്യമാണ്. പക്ഷേ കുഞ്ഞുങ്ങളാണ്, ഈ പ്രായത്തിലുള്ള 13-14 വയസ്സുള്ള കുഞ്ഞുങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിൽ എവിടെയൊക്കെ കയറും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ആ സ്കൂൾ അന്തരീക്ഷം സുരക്ഷിതമാക്കുക എന്നുള്ളത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്, സംവിധാനങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. സ്കൂൾ സുരക്ഷാ നയമുണ്ട്, അതനുസരിച്ച് സർക്കാർ ഒരു സ്കൂൾ സുരക്ഷാ മാനദണ്ഡം ഇറക്കിയിട്ടുണ്ട്, അതിൽ മാർഗനിർദ്ദേശങ്ങളുണ്ട്, അത് സ്കൂളുകൾക്ക് നൽകിയിട്ടുണ്ട്. ഇവ ഇന്ന കാര്യങ്ങളൊക്കെ ഉറപ്പാക്കണമെന്നുണ്ട്. അപ്പോൾ ഈ സ്കൂളിൽ അങ്ങനെ സ്കൂൾ സുരക്ഷാ മാർഗരേഖ അനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? സ്കൂൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചുവല്ലോ, നമ്മൾ സ്വാഭാവികമായിട്ട് പേപ്പറുകളിൽ രേഖകളായി അവശേഷിക്കുന്നതും അല്ലാതെ പലപ്പോഴും ക്രിയാത്മകമായി കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഏറ്റവും വലിയൊരു പോരായ്മയാണ് സംഭവിക്കുന്നത്. എപ്പോഴെങ്കിലും അത് ചെയ്തു തീർക്കുമ്പോഴേക്കും നമുക്ക് ഇത്തരത്തിലുള്ള വളരെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്. അത് സമയബന്ധിതമായി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പോരായ്മ. അല്ല, ഈ സമയബന്ധിതത്തിന്റെ കാര്യം പറയുമ്പോൾ ചോദിക്കട്ടെ, 40 വർഷമായിട്ട് ആ വൈദ്യുതി ലൈൻ അതുവഴി കടന്നു പോവുകയാണ്, അവിടെ സ്കൂളും ഉണ്ട്. ആ ലൈനിന് താഴെ 8 വർഷമെങ്കിലുമായി ഇങ്ങനൊരു സൈക്കിൾ ഷെഡ് ഉണ്ട്. ഈ സമയബന്ധിതം എന്ന് പറയുമ്പോൾ ഈ 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് KSEBക്ക് തന്നെ തോന്നുകയാണ് ഇത് പ്രശ്നമാവും എന്ന്. എന്തുകൊണ്ടാണ് ഇത് പ്രശ്നമാകുമെന്ന് മുമ്പ് തോന്നാതിരുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അധികാരം ശരിക്കും കയ്യിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുവാനും സാധ്യമാവും. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ സംവിധാനങ്ങളിൽ അധികാരങ്ങൾ കയ്യിലുള്ള ആളുകൾ സമയബന്ധിതമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. ആ മേഖലയിൽ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടായാലും മറ്റുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ടായാലും വളരെ കർശനമായ നടപടികൾ നമ്മുടെ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളുകളിലെങ്കിലും ഇത്തരത്തിലുള്ള വളരെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. പക്ഷേ പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുവാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. അത് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ 6-7 വർഷങ്ങളാകുമ്പോഴും അപകട ഭീഷണിയിൽ ഇരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കുവാനോ അത് സമയബന്ധിതമായി പൊളിച്ചു മാറ്റിക്കളയുകയോ മറ്റോ ചെയ്ത് ഒരു സുരക്ഷ ക്രമീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വളരെ മിടുക്കനായ ഒരു മകനെ, അവൻ്റെ അമ്മ എന്ന് പറയുന്നത് അവനെ വളരെ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് വിദേശ രാജ്യത്തേക്ക് പോയിട്ട് നാളുകളിൽ തിരികെ എത്തി മകനെ സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കാൻ എത്തിച്ചേരുമ്പോൾ അവനില്ല, അവനീ ലോകത്തില്ല, വെള്ളപതിച്ച് ശരിക്കും എന്നേക്കുമായിട്ട് അവൻ ഈ ലോകത്തുനിന്ന് പോകും എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ നഷ്ടം ആ കുടുംബത്തിനാണ്. ആ കുടുംബത്തിൻ്റെ നഷ്ടം നമ്മുടെയൊക്കെ മനസ്സുകളിൽ വളരെ വലിയ വേദനകളായിട്ടുണ്ട്. ആ വേദനകൾ നിലനിൽക്കുമ്പോൾ തന്നെ പറയുകയാണ്, ഇനിയെങ്കിലും കൃത്യമായിട്ട് സംവിധാനങ്ങൾ അത് ശരിക്കും ചെയ്യാൻ കഴിയുന്നത് ഉദ്യോഗസ്ഥ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുവാനും കഴിയുന്നത് നമ്മുടെ ഈ തരത്തിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് തന്നെയാണ്. ആ കാര്യങ്ങൾ എപ്പോൾ തീരുമാനമെടുത്ത് നടപ്പിൽ വരുത്താൻ കഴിയുന്നോ അപ്പോൾ മാത്രമേ നമ്മുടെ സംവിധാനങ്ങൾ ശരിയാകുകയുള്ളൂ. അത്തരത്തിൽ നമ്മുടെ സംവിധാനം ശരിയാകേണ്ടതിന് ഇത് ഒരു ഘടകമായി തീരുകയാണ് എന്നാണ് വിഷമത്തോടു കൂടി പറയാനുള്ളത്. കാരണം എങ്ങനെ ശരിയാവും എന്നുള്ള ഷഹല എന്ന കുട്ടി വയനാട്ടിൽ പാമ്പ് കടിയേറ്റ് മരിച്ച കാര്യം ഇവിടെ നേരത്തെ ഷാജർ ഖാൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മുടെ മെഡിക്കൽ രംഗത്തെ മെഡിക്കൽ കോളേജ് തകർന്നു വീണ്, മെഡിക്കൽ കോളേജിലെ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് തകർന്നു വീണ് ഒരാൾ മരിക്കുന്നത്. എല്ലാം ഇങ്ങനെ സിസ്റ്റം ഫെയിലിയർ ആവുകയാണ് എങ്കിൽ ഇതാകെ ക്രാഷ് ആവുമോ എന്ന് നമ്മൾ പേടിച്ചു പോകും, അല്ലെങ്കിൽ സംശയിക്കേണ്ടി വരും. ശ്രീ പ്രേമചന്ദ്രൻ, ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടെങ്കിലുമായിട്ട് നമ്മുടെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പുതിയ കെട്ടിടങ്ങൾ വന്നു, നല്ല ബ്ലോക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കാര്യം. ഇവിടെ ഇപ്പോൾ സ്കൂളിൻ്റെ ബ്ലോക്കുകളുടെ അപര്യാപ്തതയോ മറ്റോ അല്ല, മറിച്ച് സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ശ്രദ്ധയില്ലാതെ വന്ന ഒരു വൈദ്യുതി ലൈനാണ് ഈ അപകടം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്കൂളുകളുടെ, നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത് ഇനിയും ഈ അവകാശപ്പെടുന്ന മാതൃകയിലല്ല
ഇനിയും ആ കാര്യത്തിൽ ഒരു ആലോചനയ്ക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണോ, അതോ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണണോ? അല്ല, തീർച്ചയായിട്ടും ഇത് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വഴി ഏറ്റവും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് നമ്മുടെ സർക്കാർ സ്കൂളുകളാണ്. ആ സർക്കാർ സ്കൂളുകൾക്ക് ഈ പറയുന്ന രീതിയിൽ MP MLA ഫണ്ടുകൾ, മറ്റ് സർക്കാരിൽ നിന്ന് നേരിട്ടുള്ള ചില സഹായങ്ങൾ, ഇത്ര കുട്ടികൾക്ക് മുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിഫ്ബി എന്നൊക്കെ 3 കോടിയുടെ ഫണ്ട്, 5 കോടിയുടെ ഫണ്ട്, 1 കോടിയുടെ ഫണ്ട് എന്നിങ്ങനെ സർക്കാർ സ്കൂളുകളിലേക്കാണ് ഈ ഫണ്ട് വലിയ രീതിയിൽ ചാനലൈസ് ചെയ്യപ്പെട്ടിരുന്നത്. സർക്കാർ സ്കൂളുകളുടെ മുഖച്ഛായ മാറിയിട്ടുണ്ട്. നമുക്കറിയാം, പ്രദീപ് കുമാർ MLA പോലെയുള്ള ആളുകൾ പ്രിസം പോലെയുള്ള പദ്ധതി വെച്ചുകൊണ്ട് ഏകദേശം പൂട്ടാറായിട്ടുള്ള വളരെ പൊളിഞ്ഞ കെട്ടിടങ്ങളുള്ള ആരപ്പറമ്പ് പോലെയുള്ള സ്കൂളുകൾ പോലും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുകയുണ്ടായിട്ട് ഇത് പ്രധാനമായിട്ട് സർക്കാർ സ്കൂളുകളിലേക്കാണ് ഈ ഫണ്ടുകളെല്ലാം വന്നത്. എന്നാൽ എയ്ഡഡ് സ്കൂളുകൾ പലതരത്തിലുള്ള അപര്യാപ്തതകൾ ഇന്നും നേരിടുന്നുണ്ട്. ഒന്ന്, നേരിട്ട് MP MLA മാർക്ക് അതിനകത്തേക്ക് ഫണ്ട് കൊണ്ടുവരാനുള്ള ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. സർക്കാർ നേരിട്ട് അതിന്റെ ഫണ്ട് ഉണ്ട്. അപ്പൊ അതിന്റെ നിയമനത്തിനൊക്കെ ഇവർ വാങ്ങിക്കുന്ന സംഭാവനകളാണ് പലപ്പോഴും ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അതിന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, അതിന്റെ മുൻഗണനാ നിശ്ചയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് നമ്മുടെ സ്കൂളുകളിലെ ഏറ്റവും പ്രാഥമികമായിട്ടും വേണ്ടത്? ഞാൻ അധ്യാപകരെ കേവലമായിട്ട് കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്, അധ്യാപകരെ അല്ല കുറ്റപ്പെടുത്തുക, സിസ്റ്റത്തിന് തന്നെയാണ്. എല്ലാവരും പറഞ്ഞതുപോലെ ഇത് ഒന്നാമത്തെ ഇതിന്റെ കുറ്റം തീർച്ചയായിട്ടും വന്നു ചേരുന്ന സ്കൂൾ മാനേജ്മെന്റിനാണ്. നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ എയ്ഡഡ് സ്കൂളുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ടോ എന്നത് മാത്രമാണ് നോക്കുന്നത്. അതിന്റെ പെർമിറ്റ് ഉണ്ടോ, ബിൽഡിംഗ് മറ്റു കാര്യങ്ങളുണ്ടോ, മുനിസിപ്പാലിറ്റിയിൽ നിന്നും പഞ്ചായത്തിൽ നിന്നുള്ള കടലാസുകളുണ്ടോ എന്നുള്ളതല്ലാതെ അവിടുത്തെ കെട്ടിടത്തെ സംബന്ധിച്ച് ഈ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് നിരീക്ഷിക്കുന്നില്ല. യഥാർത്ഥത്തിൽ വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള കർശനമായിട്ട് നിർദ്ദേശങ്ങൾ ഉള്ളത് പാലിക്കപ്പെട്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കാൻ എയ്ഡഡ് സ്കൂളുകളിൽ അടക്കം അധികാരം കൊടുക്കണം. പലപ്പോഴും ആ അധികാരം കിട്ടുന്നില്ല. സർക്കാർ സ്കൂളുകളിലാണെങ്കിൽ ആ അധികാരം ഉപയോഗിക്കും. എയ്ഡഡ് സ്കൂളിന്റെ സർവ്വ അധികാരി ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഇപ്പോൾ ഇതൊരു സർക്കാർ സ്കൂളിലാണെങ്കിൽ നേരിട്ട് തന്നെ നടപടി വരാനായി. പക്ഷെ എന്തുകൊണ്ട് മാനേജ്മെന്റ് സ്കൂളിൽ വരുന്നില്ല? എയ്ഡഡ് സ്കൂളുകളിൽ മാനേജരാണ് അതിന്റെ അധികാരവും കൈയാളുന്നത്. ആ മാനേജ്മെന്റ് ഈ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള അലംഭാവം ഇപ്പൊ നേരത്തെ പറഞ്ഞു. KSEB വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്തത് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ അടുത്തത് ചെയ്യുമ്പോഴേക്കും ആ സ്കൂളിന്റെ ജീവനാടിയായിട്ടുള്ള ഒരു കുഞ്ഞവിടെ ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഇത് വളരെ ഗൗരവത്തിൽ ഇത്തരം എയ്ഡഡ് സ്കൂളുകൾ വരുമ്പോൾ അതിന്റെ സുരക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു കാര്യമാവണം സ്കൂളിന്റെ പൂർണ്ണമായിട്ടുള്ള സുരക്ഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ പ്രിൻസിപ്പലിനും അധ്യാപകനും ഒക്കെ ഇതൊരു ഓരോ ഇഞ്ചും അവരുടെ മനസ്സിലുണ്ടാവണം. ഭാവനാപൂർണമായിട്ടുള്ള പരിപാടികൾ എങ്ങനെയാണ് സ്കൂളിൽ നടപ്പിലാക്കാമെന്നുള്ളത് അധ്യാപകർ ആലോചിക്കണം. പലപ്പോഴും അത് ഉണ്ടാകുന്നില്ല. ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിന്റെ മുഴുവൻ ആയിട്ടുള്ള പരാജയമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സ്കൂളിന്, ആ സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകൾ എല്ലാവരെയും കൂട്ടിച്ചേർത്തുന്നെങ്കിൽ എത്ര ഗംഭീരമായിട്ടുള്ള ആ പൊഴിഞ്ഞ ആ പഴയ ഓടിട്ട കെട്ടിടത്തിന് പകരം കെട്ടിടം ഉണ്ടാക്കാം. അവിടുന്ന് ഈ കുട്ടിക്ക് ഈ മെറ്റൽ ഷീറ്റുള്ള ഈ സൈക്കിൾ ഷെഡിന്റെ മുകളിലേക്ക് ഇറങ്ങാനുള്ള വഴിയിലൊരു തടസ്സം പോലുമില്ല. നമ്മൾ കണ്ടതാണ്. കുട്ടി സ്വാഭാവികമായിട്ട് പോവുകയാണ്. അവിടെയാണ് നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഊഞ്ഞാല് കെട്ടിയത് മാതിരി ഇത്രയധികം കറണ്ട് പ്രവഹിക്കുന്ന ഒരു ഇതുണ്ടാവുന്നത് അവിശ്വസനീയമായിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ മാനേജ്മെന്റ് ഈ കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു കുറ്റക്കാരാണ് എന്നതിന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരും അവിടുത്തെ ഈ വിസിറ്റ് ചെയ്യുന്ന ആളുകളും KSEB-ക്കാരും. യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂളുകളുടെ വികസനം എന്ന് പറയുന്നത് ഈ PTA അടക്കമുള്ള ആളുകൾ എന്താണ് അവിടെ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. PTA പ്രസിഡന്റ് നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. PTA യഥാർത്ഥത്തിൽ ഇത് PTA പ്രസിഡന്റിന്റെ കണ്ണിൽപ്പെട്ടാൽ അടുത്ത ദിവസം അത് മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നിലപാടെടുക്കണം. ആരായിക്കോട്ടെ, എത്ര കൊല്ലം മുമ്പിലായിക്കോട്ടെ. അവിടെ സ്കൂൾ വികസന സമിതിയുണ്ട്, PTA ഉണ്ട്. ഇവരെല്ലാം പലപ്പോഴും മാനേജ്മെന്റ് സ്കൂളുകളിൽ നോക്കുകുത്തിയായിട്ടിരിക്കുകയാണ് ചെയ്യുക. ആ വലിയ അധികാരങ്ങൾ ഉണ്ടാവുന്നില്ല. കാരണം അതൊക്കെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും അതിനകത്തിരിക്കുന്നത്. രാഷ്ട്രീയക്കാരാവട്ടെ, ബന്ധുക്കളാകട്ടെ, മറ്റ് ആളുകളാകട്ടെ, അതൊക്കെ അവരെല്ലാവരും തന്നെ PTA അടക്കം അതിൽ വലിയ രീതിയിൽ കുറ്റക്കാരാണ്. എങ്ങനെയാണ് PTA ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇതിന് യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കാതെ KSEB പറഞ്ഞിട്ട് പോലും യാതൊരു തരത്തിലും ഇത് അടുത്ത മാനേജ്മെന്റോ അടുത്ത കൊല്ലത്തെ മാനേജ്മെന്റിലേക്കോ നീട്ടിവെക്കുന്നത് എന്നുള്ളത് പോലും വലിയ പ്രശ്നമാണ്. ഈ തരത്തിൽ സ്കൂളിന്റെ വികസനത്തെ സംബന്ധിച്ച്, അതിന്റെ മുൻഗണനയെ സംബന്ധിച്ചൊക്കെ മൊത്തത്തിൽ കേരളത്തിലെ സ്കൂളുകൾക്കെല്ലാം പുനരാലോചന നടത്താനുള്ള ഒരു മർമ്മപ്രധാനമായിട്ടുള്ള സന്ദർഭമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ കുട്ടിയോടുള്ള എല്ലാ സ്നേഹവും അവന്റെ നിര്യാണത്തിലുള്ള ആദരവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും അവരുടെ ഓരോ ഇഞ്ച് സ്ഥലവും എത്രമാത്രം കുട്ടികൾക്ക് അനുകൂലമാണ്, പ്രതികൂലമാണ്, അപകട സാധ്യത ഉള്ളതാണ് എന്ന്
പുനരാലോചിക്കുകയാണ് ഈ സന്ദർഭത്തിൽ വേണ്ടത്. അങ്ങനെ മാത്രമേ ഇത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിനെ കൂടുതൽ നന്മയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ പഴിചാരുന്നത് കൊണ്ട് മാത്രമല്ല. തീർച്ചയായിട്ടും പഴിചാരേണ്ട ആളുകളെ പഴിചാരണം, അതിന് കർശനമായ നടപടി ഉണ്ടാവണം, ഒക്കെ ഉണ്ടാവണം. ഹൈക്കോടതി അടക്കം ഞാൻ വിചാരിക്കുന്നത് സ്വമേധയാ ഇത്തരം സംഭവങ്ങളിൽ കേസെടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ അർഹമായിട്ടുള്ള രീതിയിൽ കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളിൽ അതിന്റെ ഭൗതിക വികസനത്തിലൊക്കെ വലിയ ശ്രദ്ധയുണ്ടാവുകയുള്ളൂ. കറക്റ്റാണത്. ശ്രീ ഷാജർ ഖാൻ, ഇവിടെ ഇപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം, സ്കൂൾ മാനേജ്മെന്റിനോട് KSEB ഒരു റിക്വസ്റ്റ് വെച്ചിരുന്നു, ഒരു പോസ്റ്റ് കൂടി സ്ഥാപിക്കേണ്ടി വരും, ആ പോസ്റ്റ് സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് അടുത്ത മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ആലോചിക്കാം എന്ന് ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് KSEBക്ക് തിരിച്ചു മറുപടിയും നൽകി. ഈ പ്രക്രിയക്കിടയ്ക്കാണ് ഒരു കുഞ്ഞ് ജീവൻ ഇല്ലാതായി പോയത്. ഇത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോ അതിന് മുമ്പത്തെ ആഴ്ചയോ ഉണ്ടായ പ്രശ്നമാണെന്ന് നമുക്ക് കരുതാം. അല്ല, ഇത് എത്രയോ കാലമായി അവിടുത്തെ പ്രശ്നം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ മാനേജ്മെന്റ് സ്കൂളുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഉത്തരവാദിത്വം മാനേജ്മെന്റുകൾക്കാണ്. അത് അവർക്ക് പൂർണ്ണമായും നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ എന്ന വലിയ പ്രശ്നമുണ്ട്. അധ്യാപകരെ നിയമിക്കാൻ പൈസ വാങ്ങുന്നതിന് അപ്പുറത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഓഡിറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ നിശ്ചിതമായ വിമർശനത്തിനും വിചാരണയ്ക്കും വിധേയമാവണ്ടേ? തീർച്ചയായിട്ടും അഭിലാഷ്, ഇപ്പൊ നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം, ഈ ഇതിന്റെ കുറ്റക്കാരാരാണ്, യഥാർത്ഥത്തിൽ ആരാണ് ഇതിൽ കറക്ഷൻ വരുത്തേണ്ടിയിരുന്നത്, സിസ്റ്റത്തിന് ഫെയിലിയർ ആണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ കോൺക്രീറ്റ് ആയിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഒന്നാമതായി സ്കൂൾ മാനേജ്മെന്റ് ആണ്. ഈ സ്കൂൾ മാനേജ്മെന്റ് CPM മാനേജ്മെന്റ് അല്ല എന്നവിടെ പ്രസ്താവന നടന്നു. ഞാൻ മനസ്സിലാക്കുന്നത് തേവലക്കര ബോയ്സ് ഹൈസ്കൂൾ അത് CPM ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവരുടെ നിയന്ത്രണത്തിൽ വരുന്ന, അവരുടെ മോണിറ്ററിംഗിൽ വരുന്ന ഒരു സ്കൂൾ ആണെന്നാണ്. എന്തായാലും അവർ അങ്ങനെ അല്ല എന്ന് ഔദ്യോഗികമായി പ്രസ്താവിച്ചെങ്കിലും ശരിയാണ്, CPM മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു മാനേജ്മെന്റ് ഇല്ല, പക്ഷെ അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തോ ആകട്ടെ, പക്ഷെ അവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറഞ്ഞതുപോലെ ഈ പോസ്റ്റ് ഇടണമെന്ന് പറഞ്ഞു, അതിനെ സംബന്ധിച്ച് ആലോചിക്കാമെന്ന് പറയുന്നു, പിന്നെ വീണ്ടും നീണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെ ഒച്ചിഴയുന്ന വേഗത്തിൽ എടുക്കേണ്ട കാര്യം, നമ്മൾ സ്കൂൾ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ സേഫ്റ്റി ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യണം എന്ന് സാധാരണഗതിയിൽ ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ പറയാറുണ്ട്. അവിടെ മഴക്കാലവുമായിട്ട് ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന മുൻകൂട്ടി കാണണം. അതാണല്ലോ നമ്മളിപ്പോ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമല്ലല്ലോ എന്തൊക്കെയാണ് അവിടെ പൊളിഞ്ഞു വീഴാൻ പോകുന്നത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പ്രതികൂലമായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി കണ്ട് തടയുമ്പോഴാണ് അതിലൊരു പ്രതിരോധം വരുന്നത്. അപ്പൊ ആ ഉത്തരവാദിത്വം അവിടെയാണ് ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഈ മാനേജ്മെന്റിന്റെയും അതിന്റെ ഈ ഫിറ്റ്നസ് കൊടുത്തവരുടെയും അതുപോലെ തന്നെ KSEBയുടെയും എല്ലാവർക്കും അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. KSEB അവർ ഒരു യൂഷ്വൽ ഫോർമുല അനുസരിച്ച് അവർ അവരുടെ ശ്രദ്ധ വരുമ്പോൾ കൊടുക്കുന്നു, ഒരു കടലാസ് കൊടുക്കുന്നു. അപ്പൊ അത് കടലാസിന്റെ രൂപത്തിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ, നടപടികളിലേക്ക് വരുന്നില്ല. നടപടികളിലേക്ക് വരും എപ്പോൾ, ആഴ്ചകളും മാസങ്ങളും കഴിയും. പക്ഷെ ഇത് മാസങ്ങളായി വർഷങ്ങളായി ഒരു ഇരുമ്പ് ഷെഡ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എന്തുകൊണ്ട് ആരുടെയും ശ്രദ്ധയിൽ വന്നില്ല? എന്തുകൊണ്ട് അതിന്റെ അപകടം തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അതനുസരിച്ച് കറക്ഷൻ നടപടിയും വേണം. അപ്പൊ അതൊന്നും സ്കൂൾ മാനേജ്മെന്റ് ചെയ്തില്ല. അവിടെ ഈ സുരക്ഷ ഉറപ്പാക്കേണ്ട ആളുകൾ ചെയ്തില്ല. ഈ സ്കൂളിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്നു എന്ന് പറയുന്നത് പഞ്ചായത്ത് ചെയ്തില്ല, അവിടുത്തെ രാഷ്ട്രീയക്കാർ ചെയ്തില്ല. നേരത്തെ ഇവിടെ പറഞ്ഞ PTA പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് പ്രതികളാണ്. അങ്ങനെ പറഞ്ഞാൽ ധാർമ്മികമായി ഉത്തരവാദിത്വം നമ്മൾ എടുക്കുകയാണെങ്കിൽ PTA പ്രസിഡന്റിന് ഉത്തരവാദിത്തം ഇല്ലേ, മാനേജ്മെന്റ് പ്രതിനിധികൾക്ക് ഉത്തരവാദിത്തം ഇല്ലേ? അപ്പൊ അവരുടെ ഉത്തരവാദിത്തം അവർക്ക് ഒഴിയാനാവില്ല. അത് തീർച്ചയായിട്ടും അതെ. മറുഭാഗത്ത് ഗവൺമെന്റ് ഇത്തരം ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റിന് വേണ്ടി കൊടുക്കുന്ന തുക എത്രയാണ്? എത്രയോ തുച്ഛമായ തുക. പലപ്പോഴും ഇപ്പോ ഉച്ചഭക്ഷണത്തിന് പോലും പ്രഥമാധ്യാപകർ ഫണ്ട് പിരിച്ച് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന നൂറുകണക്കിന് പൊതുവിദ്യാലയങ്ങൾ, ആയിരക്കണക്കിന് പൊതുവിദ്യാലയങ്ങളുണ്ട്. സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല. 7 രൂപ മാത്രമാണ് ഇപ്പൊ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലും സമയത്ത് കിട്ടാറില്ല, മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ പൊതുവിദ്യാഭ്യാസത്തിന്റെ സംരക്ഷകർ എന്ന് പറയുന്ന ആളുകൾ അവിടെ പാചക തൊഴിലാളികളെ, ജീവനക്കാരെ നിയോഗിക്കുന്നില്ല, അവർക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നില്ല. അതുപോലെ സ്കൂൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് സ്കൂൾ ഡെവലപ്മെന്റ് ഫണ്ടൊക്കെ ഉണ്ട്. പല എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ച് അതുണ്ട്, അവരത് കളക്ട് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ അത് അവര് ഉപയോഗിക്കുന്നുണ്ടോ? അതിനപ്പുറം ഗവൺമെന്റ് അതിനാവശ്യമായ ഫണ്ട് അഡീഷണൽ ആയിട്ട് നൽകുന്നുണ്ടോ? അല്ലെങ്കിൽ ആവശ്യമായ സ്ഥലങ്ങൾ എല്ലായിടത്തും സർക്കാർ സ്കൂളിനെ സംബന്ധിച്ച് നിർബന്ധമായിട്ട് നൽകണം, എയ്ഡഡ് സ്കൂളിനെ സംബന്ധിച്ച് നൽകണം. കാരണം അതും പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അപ്പൊ ആ സ്ഥാപനങ്ങളിൽ അവർക്ക് ഇപ്പൊ പലപ്പോഴും PTA എന്ന് പറയുന്നത് ഈ സ്കൂൾ വികസന സമിതികൾ ഫണ്ട് പിരിച്ച് അതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തിപ്പോകുന്ന സ്ഥാപനങ്ങളാണ്. അപ്പൊ അതിൽ സാമ്പത്തിക വശമുണ്ട്. ഞാൻ അതുകൂടി സൂചിപ്പിച്ചത് മാത്രം. ഇതെല്ലാം കൂടി ചേരുന്ന അപ്പൊ ഇതിന്റെ എല്ലാ വശങ്ങളെയും സംബന്ധിച്ച് ഒരു പുനരാലോചനയ്ക്ക് ഇനി ഒരു മിഥുനം ഉണ്ടാകാതിരിക്കാൻ കേരളം പോലൊരു നാട്ടിൽ കേരള മോഡൽ വിദ്യാഭ്യാസം എന്ന് നമ്മൾ എക്കാലവും അഭിമാനപൂർവ്വം പറഞ്ഞിരുന്നത് അത് ഉള്ളടക്കത്തിലും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിലും അടിസ്ഥാന ഭൗതിക സാഹചര്യങ്ങൾ വെക്കുന്നതിലും അതിന്റെ മാനേജ്മെന്റിലും ഇതെല്ലാം കൂടി ചേർന്നാണ്. അതിന്റെ ഒരു സമഗ്രതയിലാണ് നമ്മൾ
സ്കൂൾ വിദ്യാഭ്യാസം അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതിനെ കണ്ടത്. അതിൽ ഗൗരവപൂർണ്ണമായ ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. ചർച്ചയിലേക്ക് വേണ്ടി ശ്രീ ഉല്ലാസ് കോവൂർ, ശരിയാണ്, മാനേജ്മെന്റിന്റെ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ അവർ പരാജയപ്പെട്ടു, സംശയമില്ല. KCBക്കും അതുപോലെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അവരുടെ വൈദ്യുതി ലൈനാണ്. വൈദ്യുതി ലൈനിൽ കൃത്യമായ ഇടവേളകളിൽ സുരക്ഷാ പരിശോധന നടത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമായിരുന്നു എന്ന് KCB തന്നെ ഇന്ന് അവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയാണ്. എന്നിട്ടാണ് ഒരു സ്കൂൾ കോമ്പൗണ്ടിൽ വേണ്ട ഉയരത്തിനേക്കാൾ താഴ്ന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഊഞ്ഞാല് പോലെ വൈദ്യുതി പ്രവഹിക്കുന്ന ലൈൻ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോ എല്ലാം സ്കൂൾ മാനേജ്മെന്റിന്റെ തലയിൽ വിടാൻ പറ്റില്ലല്ലോ. പറ്റില്ല. ഈ ദുരന്ത മുഖത്ത് വന്ന് ഇതിനെ സങ്കുചിതമായി രാഷ്ട്രീയവൽക്കരിക്കാൻ ഞങ്ങൾ ആരുമില്ല. ഇതൊരു പാർട്ടി സ്കൂളാണ്. ഒരു ഫിറ്റ്നസിൻ്റെ ഒരു സാങ്കേതികത്വമോ ഭൗതിക സാഹചര്യത്തിൻ്റെ സാങ്കേതികത്വമോ ഒന്നും ഞങ്ങൾ പറയുന്നില്ല. മനുഷ്യത്വപരമായി ഒരു മരണം നമ്മുടെ മുന്നിൽ വീണ് ഒരു സിസ്റ്റത്തിൻ്റെ ഫെയില്യൂറാണെന്ന് സിസ്റ്റത്തിൻ്റെ ടോപ്പ് തന്നെ പറയുന്നു. ആ സാഹചര്യത്തിൽ ഒരു മന്ത്രി വന്ന് പറയുകയാണ് ഈ കുടുംബത്തെ അവഹേളിക്കുന്ന തരത്തിൽ. എത്രമാത്രം വേദനയോടെയാണ് ആ കുടുംബം ഇരിക്കുന്നത്. ഇത് മാനേജ്മെൻറ്റിൻ്റെ കുറ്റമല്ല, KSEBയുടെ കുറ്റമല്ല, ഇത് ഈ കുട്ടിയുടെ കുറ്റമാണ്. കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പൊന്നു മകൻ അവൻ്റെ ചെരുപ്പെടുക്കാനല്ല ആ ഉയരത്തിലേക്ക് കയറിയത് പ്രിയപ്പെട്ട അഭിലാഷ്. ആ കുഞ്ഞുമകൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ്, അവനെ സഹായിക്കാൻ വേണ്ടി പോയ മിടുക്കനും സഹവർത്തിത്വമുള്ള സാഹോദര്യമുള്ള ഒരു മിടുക്കനായ ഫുട്ബോൾ പ്രതിഭ കൂടിയായിരുന്ന ഒരു കുഞ്ഞു മിടുക്കനെയാണ് നമുക്ക് നഷ്ടമായത്. ഇവിടെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഒരു വളരെ നിരാലംബരമായ ഒരവസ്ഥയാണ്. സത്യത്തിൽ ഇന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP അടക്കം ശ്രീ ഷിബു ബേബിച്ചടക്കം ഞങ്ങളെല്ലാവരും ആ കുടുംബത്തോടൊപ്പം ഇന്ന് മുഴുവൻ ഒപ്പം നിന്നവരാ. ഞങ്ങളിപ്പോഴും ആ കുടുംബത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നവരാ. അവിടെ വന്നൊരു മന്ത്രി വന്ന് പറയുകയാണ് ഇത് KSEBയുടെ കുറ്റമല്ല. KSEBയുടെ ഇപ്പോൾ ശ്രീ അഭിലാഷിൻ്റെ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് ഞാൻ വരാം. ഇവിടെ KSEB ഇവിടെ ഈ പഞ്ചായത്തിൽ മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ നവകേരള യാത്രയിൽ ഇവിടെ സമാനമായ ഒരു വിഷയമുണ്ടായി. ഈ സുരക്ഷിതത്വമല്ലാതെ വീടിൻ്റെ മുകളിൽ കൂടി പോകുന്ന ഇലക്ട്രിക് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി നവകേരള യാത്ര ഞങ്ങളെ സഹായിക്കണം, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് എനിക്കറിയാവുന്ന മൈനാഗപ്പള്ളി പഞ്ചായത്തിലെ സാദിഖ് എന്ന് പറയുന്ന ഒരു ഗൃഹനാഥൻ ഇവിടെ കുന്നത്തൂരിൽ നവകേരള യാത്ര വന്നപ്പോൾ CMന് പരാതി കൊടുത്തു. റേഷനരി വാങ്ങിക്കാൻ നിർവാഹമില്ലാത്ത സാദിഖിന് വന്ന മറുപടി 40 ലക്ഷം രൂപ KSEBയിൽ അടച്ചാൽ നിങ്ങളുടെ വീടിന് മുകളിൽ കൂടി പോകുന്ന ലൈൻ മാറ്റി സ്ഥാപിക്കാമെന്ന മറുപടിയാണ് കിട്ടിയത്. അത്തരം വിചിത്രമായ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരുന്നത്. ഇവിടെ ഈ പറയപ്പെടുന്ന ഊഞ്ഞാല് പോലെ താഴ്ന്നാടിയ ഈ ലൈൻ മാറ്റണമെന്ന് അധ്യാപകർ പറഞ്ഞില്ലേ, പലതവണ പറഞ്ഞില്ലേ? ഇന്ന് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MPയുമായി ഈ HMനെ കാണാൻ ഞങ്ങൾ ചെല്ലുമ്പോൾ HMന് കൃത്യമായൊരു ഉത്തരം പറയാൻ കഴിയുന്നില്ല. കഴിഞ്ഞ HMൻ്റെ കാലത്ത് വാക്കാൽ ഇത് മാറ്റി കൊടുക്കാമെന്ന ധാരണയായിരുന്നു ഉണ്ടായതെന്നാണ് ഇപ്പോഴത്തെ HM പറയുന്നത്. ഈ വർഷത്തിൽ ഈ വർഷാരംഭത്തിൽ തന്നെ താഴ്ന്നു കിടക്കുന്ന ഇലക്ട്രിക് ലൈനുകൾ മറ്റേ സർക്കുലർ ഞങ്ങളുടെ കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിട്ടുള്ളത് അതെല്ലാം ഉയർത്തി സ്ഥാപിക്കണമെന്നും അപകടകരമായി പാസ് ചെയ്യുന്ന വൈദ്യുതി ലൈനുകൾ ഉയർത്തി സ്ഥാപിക്കണമെന്ന് കൃത്യമായി ഈ മാനുവലിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് KSEB. ഇപ്പോൾ KSEBയിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് KSEBയിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഏരിയയിലേക്ക് കടന്നു വന്ന് പ്രവർത്തിയെടുക്കണമെങ്കിൽ എസ്റ്റിമേറ്റ് വേണ്ടേ, അപേക്ഷ വേണ്ടേ? എസ്റ്റിമേറ്റോ അപേക്ഷയോ ഉണ്ടായിരുന്നല്ലോ യാഥാർത്ഥ്യമാണ് ഈ മാനേജ്മെൻറ്റ് മറച്ചു വെക്കുന്നത്. ഇവിടെ എസ്റ്റിമേറ്റും എടുത്തിട്ടില്ല, അപേക്ഷയും നൽകിയിട്ടില്ല, വാക്കാൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ KSEBയിലെ AE അടക്കം ഉദ്യോഗസ്ഥരടക്കം ഞങ്ങളോട് അനൗദ്യോഗികമായി സ്വകാര്യമായി സംസാരിച്ചത് ഇത് കൃത്യമായി ഈ മാനേജ്മെൻറ്റിനും HMനും ഇവിടുത്തെ സ്കൂൾ അധികാരികൾക്കും അറിയാമായിരുന്നു, ഇത് അപകടം സൃഷ്ടിക്കും എന്ന് പറഞ്ഞിരുന്നു. 2 ദിവസം മുമ്പ് നടന്ന മീറ്റിങ്ങിൽ പോലും KSEBയിൽ ചർച്ചയുണ്ടായി. അവിടെ നിരന്തരം ഫോഴ്സ് ചെയ്തു. നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വിഷയം അറിയാമല്ലോ. ഒരു വിഷയം ചൂണ്ടിക്കാണി, ഞങ്ങളൊക്കെ പൊതുരംഗത്ത് ഒരുപാട് വിഷയങ്ങളിൽ KSEBയുമായി ബന്ധപ്പെടുന്നതാണ്. മഴക്കാലത്ത് അവർ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയുകയല്ല, വില കുറച്ച് കാണുകയല്ല. ഒരു വിഷയം അവരുടെ മുന്നിലേക്ക് പറഞ്ഞാൽ പിന്നീട് നിരന്തരം പറഞ്ഞാൽ മാത്രമേ അതിന് പരിഹാരം ഉണ്ടാകൂ എന്ന സിസ്റ്റം ഫെയിലുവർ. ആ സിസ്റ്റം ഫെയിലുവറിൻ്റെ രക്തസാക്ഷി കൂടിയായി മാറിയില്ലേ ഈ മിഥുൻ എന്ന് പറയുന്ന പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പ്രതീക്ഷയാകേണ്ടിയിരുന്ന ഈ പറയുന്ന മിഥുൻ എന്ന് പറയുന്ന കുഞ്ഞുമകൻ. അപ്പോൾ അതുകൊണ്ട് KSEB ഒരുപോലെ ഞങ്ങൾ പറയുന്നു, KSEBയും
സ്കൂൾ മാനേജ്മെൻറ്റും ഗുരുതരമായ അലംഭാവമാണ് ഈ വിഷയത്തിൽ കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നാം പ്രതി KSEBയും രണ്ടാം പ്രതി സ്കൂൾ മാനേജ്മെൻറ്റും ആകണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയുവാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങേയറ്റം നെഞ്ചുരുക്കുന്ന കാഴ്ചയും വാർത്തയുമാണ് അവിടെ തേവലക്കരയിൽ നിന്ന് വന്നത്. ഇനി ഇതുപോലെ ഒന്നും ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. ഇതുപോലെ ഒരു സംഭവം നടക്കുമ്പോൾ ആ കുട്ടി അവിടെ കയറിയത് കൊണ്ടല്ലേ എന്ന് വർത്തമാനം പറയുന്ന, അത് കഴിഞ്ഞ് സൂംബ ഡാൻസ് കളിക്കുന്ന മന്ത്രിമാർ ഇങ്ങനെ ഇൻസെൻസിറ്റീവായി ഈ സംസ്ഥാനത്തോട് പ്രതികരിച്ചാൽ എത്ര മോശമായിരിക്കും അത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.